അധ്യക്ഷകളെ, വേദിയിൽ സന്നിഹിതരായ ബഹുമാന്യരായ പണ്ഡിതന്മാരെ, പൗരപ്രമുഖരെ, ഈ സമ്മേളനത്തിൽ വളരെ ആവേശപൂർവ്വം ഒരുമിച്ചുകൂടിയിരിക്കുന്ന രക്ഷിതാക്കളെ, യുവജന വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, SKSF-ന്റെ വെള്ളില ക്ലസ്റ്റർ കമ്മിറ്റി സംഘടിപ്പിച്ച ആദർശ വിശദീകരണ സമ്മേളനത്തിലാണ് നാം സന്നിഹിതരായിരിക്കുന്നത്. എന്റെ പ്രഭാഷണത്തെക്കാൾ ഉപരി വളരെ പ്രധാനപ്പെട്ട 2 പ്രസംഗങ്ങൾ ഇവിടെ നടക്കാനുണ്ട്. ബഹുമാന്യനായ മുഹമ്മദ് രാമന്തളി ഇവിടെ വേദിയിലെത്തിക്കഴിഞ്ഞു. ആനുകാലിക വിഷയങ്ങളെ അധികരിച്ചുകൊണ്ട് LCD ക്ലിപ്പിംഗ് സഹിതമുള്ള ഒരു ദീർഘമായ പ്രഭാഷണവും ഇവിടെ നടക്കാനിരിക്കുകയാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയും അതിന്റെ പോഷക ഘടകങ്ങളും മുസ്ലിം സമൂഹത്തിനിടയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തന പദ്ധതികളെക്കുറിച്ച് ഒരു വിശദീകരണമില്ലാതെ നമ്മളൊക്കെ നേരിട്ട് ദൈനംദിന ജീവിതത്തിലൂടെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലേക്ക് ഈ പ്രസ്ഥാനം വളർന്നു വന്നിരിക്കുകയാണ്. ഇന്ന് മതസംഘടനകൾ ധാരാളമാണ് കേരളത്തിൽ. മതസംഘടനകളൊന്നുമില്ലാതെ തന്നെ നമ്മുടെ നാട്ടിൽ ദീനീ പ്രവർത്തനങ്ങൾ ഭംഗിയായി നടന്നിരുന്നൊരു കാലമുണ്ടായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് വിശുദ്ധ ദീൻ കേരളത്തിൽ വന്നു എന്നത് നമ്മുടെ ഒരു വിശ്വാസമോ ഐതിഹ്യമോ അല്ല, ഒരാധികാരിക ചരിത്ര രേഖയാണ്. അതിനുശേഷം ദീർഘമായ 13.5 നൂറ്റാണ്ടുകാലം ഒരു സംഘടനയുടെ പോലും ആവശ്യമില്ലാത്ത വിധം ഓരോ കാലഘട്ടങ്ങളിലും ഈ നാട്ടിൽ ജീവിച്ചിരുന്ന ഏറ്റവും പ്രമുഖരായ പണ്ഡിതന്മാരുടെ നേതൃത്വത്തിന് കീഴിൽ ആ പണ്ഡിതന്മാരുടെ ആഹ്വാനങ്ങൾക്കും താക്കീതുകൾക്കും വിധേയമായി ജീവിക്കാൻ കഴിയുന്ന ഒരു സാമൂഹ്യ ചുറ്റുപാട് നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. കേരളത്തിൽ മാത്രമായിരിക്കാം വളരെ ദീർഘവീക്ഷണത്തോടുകൂടി ഒരു ബഹുമത സമൂഹത്തിൽ ജീവിക്കുന്ന മുസ്ലിങ്ങൾ അവരുടെ വിശ്വാസപരമായ കർമ്മപരമായ കാര്യങ്ങളെക്കുറിച്ച് കൂടിയാലോചിക്കാനും തീരുമാനമെടുക്കാനും അതനുസരിച്ചുകൊണ്ട് അവരുടെ വൈയക്തിക കുടുംബ സാമൂഹിക ജീവിതക്രമം ക്രമീകരിച്ചുകൊണ്ട് മുന്നോട്ടു പോകാൻ കഴിയുന്നൊരു സംവിധാനം ഇവിടെ രൂപപ്പെടുത്തിയെടുത്തത്. നമ്മുടെ നാട്ടിൽ കാണുന്ന ഈ മഹല്ല സംവിധാനം അത് ലോകത്ത് മുസ്ലിങ്ങൾ തിങ്ങിപ്പാർക്കുന്നിടങ്ങളിൽ കേരളത്തിൽ മാത്രം കാണുന്ന ഒരു സാഹചര്യമാണുള്ളത്. കേരളത്തെക്കാൾ ഇന്ത്യയേക്കാൾ മഹാഭൂരിപക്ഷം മുസ്ലിങ്ങൾ താമസിക്കുന്ന മുസ്ലിങ്ങൾക്ക് ഇതിനേക്കാൾ സുഖസൗകര്യങ്ങളും അവകാശങ്ങളുമുള്ള രാജ്യത്തെ വിവിധ ഭാഗങ്ങളിൽ പോയി നോക്കിയാൽ, ലോകത്തിന്റെ വിവിധ രാഷ്ട്രങ്ങളിൽ പോയി നോക്കിയാൽ കേരളത്തിൽ നമ്മൾ കണ്ടുവരുന്ന ഒരു മഹല്ല സംവിധാനത്തെ കണ്ടെത്താൻ കഴിയില്ല. 100, 200, 300 മുസ്ലിം വീടുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു മഹല്ല സംവിധാനവും ആ മഹല്ലിന്റെ ആസ്ഥാനമായി ഒരു മസ്ജിദും അവിടെ മുസ്ലിങ്ങൾ കേവലം നിസ്കാരത്തിനു വേണ്ടി മാത്രം ഉപയോഗിക്കുന്നൊരു കേന്ദ്രം എന്നതോടൊപ്പം തന്നെ ആ മഹല്ലിലെ മുസ്ലിം സമൂഹത്തിന്റെ എല്ലാ കാര്യങ്ങളും അവിടെ നിന്ന് തീരുമാനിക്കാനും ചർച്ച ചെയ്യാനും ഉണ്ടാകുന്ന ഒരു മിനി ഗവൺമെന്റിന് സമാനമായ ഒരു സംവിധാനമായി മഹല്ല് സംവിധാനം ഇന്ന് നമ്മുടെ നാട്ടിൽ മാറിക്കഴിഞ്ഞിരിക്കുന്നു. മഹല്ല് കമ്മിറ്റി ഒരു തീരുമാനമെടുത്താൽ, മഹല്ല് കമ്മിറ്റി ഒരു തീരുമാനം ആഹ്വാനം ചെയ്താൽ അത് അംഗീകരിക്കാനും സ്വീകരിക്കാനും കഴിയുന്ന ഒരു തലത്തിലേക്കുള്ള ഒരു സാമൂഹിക ക്രമം കേരളത്തിലെ മുസ്ലിങ്ങൾക്കിടയിൽ കടന്നുവന്നു. നമ്മുടെ നാട്ടിൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും മതമുള്ളവരും മതമില്ലാത്തവരുമായി
ധാരാളം ജനവിഭാഗങ്ങൾക്കിടയിൽ വ്യത്യസ്ത സംസ്കാരങ്ങൾക്കനുസരിച്ചുകൊണ്ട് ജീവിക്കുന്നവർക്കിടയിൽ തന്നെ മുസ്ലിങ്ങൾക്ക് അവരുടെ വിശ്വാസ ആദർശങ്ങളനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ കഴിയുന്ന ഒരു ആവാസ വ്യവസ്ഥയായി ഈ മഹല്ല് സംവിധാനം രൂപപ്പെടുത്തിയെടുത്തത് നമ്മുടെ നാട്ടിൽ ഈ സംഘടനകൾ പോലും കടന്നുവരുന്നതിന് മുമ്പ് എത്രയോ കാലങ്ങൾക്ക് മുമ്പ് പണ്ഡിതന്മാരുടെ ഒരു ദീർഘവീക്ഷണം പോലെ അവർ നടപ്പിലാക്കിയ ഒരു സംവിധാനവും സാഹചര്യവുമാണ്. ആ പള്ളിയിൽ പക്വമതിയായ പാണ്ഡിത്യമുള്ള, വളരെ ആലോചിച്ചുകൊണ്ട് മാത്രം തീരുമാനമെടുക്കുന്ന, പ്രാമാണികമായി മാത്രം ഉമ്മത്തിനോട് സംസാരിക്കുന്ന ഒരു പണ്ഡിതനുണ്ടാവും. ആ പണ്ഡിതൻ അവിടുത്തെ മുസ്ലിങ്ങളുടെ മതപരമായ വിഷയങ്ങളിൽ മാത്രമല്ല, കുടുംബപരമായ, സാമ്പത്തികമായ, രാഷ്ട്രീയമായ എല്ലാ വിഷയങ്ങളിലും തീരുമാനമെടുക്കാനും ആ തീരുമാനം സമൂഹത്തെ അറിയിക്കാനും ആ തീരുമാനത്തെ അക്ഷരം പ്രതി അനുസരിക്കുന്ന, അംഗീകരിക്കുന്ന ഒരു സാമൂഹ്യ ചുറ്റുപാട് നമ്മുടെ നാട്ടിലുണ്ടായി. ഇങ്ങനെ വളരെ അച്ചടക്കത്തോടുകൂടി വളരെ സാമൂഹ്യമായ ഒരു ഭദ്രത കൈവരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം, എല്ലാ വിഷയങ്ങളും പള്ളിയിൽ വെച്ചുകൊണ്ട് ചർച്ച ചെയ്യാനും അവിടെ വെച്ചുകൊണ്ട് തീരുമാനമെടുക്കാനും ആ തീരുമാനത്തെ അംഗീകരിക്കാനും കഴിയുന്ന ഒരു സാഹചര്യം. നമ്മളൊക്കെ ഇപ്പോഴും തമാശ പറയുമ്പോൾ പറയുന്നൊരു പ്രയോഗമുണ്ട്. നമ്മൾ രണ്ട് സുഹൃത്തുക്കൾ തമ്മിൽ സംസാരിക്കുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടാത്തത് എന്തെങ്കിലും പറഞ്ഞാൽ നമ്മൾ ഉടനെ പറയും, അതൊന്നും എന്നോട് പറയണ്ട, അതൊക്കെ പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി. ഇന്നതൊരു തമാശയുടെ പ്രയോഗമാണെങ്കിൽ ഒരു കാലത്ത് അത് ഈ നാടിന്റെ വ്യവസ്ഥിതിയായിരുന്നു. ഈ നാട്ടിലെ വ്യവസ്ഥിതിയായിരുന്നു. എല്ലാ വിഷയങ്ങളും ആ പണ്ഡിതനോട് പോയി പറഞ്ഞാൽ, ആ ഖാദിയോട് പോയി പറഞ്ഞാൽ അവിടെ വെച്ചുകൊണ്ട് ഒരു തീർപ്പ് ലഭിക്കും, തീരുമാനം ലഭിക്കും. ആ തീരുമാനം കേട്ടാൽ അത് അക്ഷരം പ്രതി അനുസരിക്കുന്നൊരു ചുറ്റുപാട്. അതേത് കിതാബിലാണുള്ളത് ഉസ്താദെ എന്ന് പോലും ചോദിക്കേണ്ടി വരില്ല. പണ്ഡിതന്മാർ അത്രത്തോളം വിശ്വാസ്യത കാത്തു സൂക്ഷിച്ചുകൊണ്ടാണ് ജീവിച്ചത്. പണ്ഡിതന്മാർ കളവ് പറയില്ല, അവർ ചൂഷണം ചെയ്യില്ല, അവർ വാക്കുകൾ മാറ്റി പറയില്ല എന്ന രീതിയിൽ വിശ്വാസ്യത നിലനിർത്തിക്കൊണ്ടാണ് പൂർവ്വസൂരികളായ പണ്ഡിതന്മാർ നമ്മുടെ സമൂഹത്തെ നയിച്ചുകൊണ്ട് മുന്നോട്ട് വന്നത്. മതത്തിന്റെ പേരിൽ രണ്ടഭിപ്രായം പറയുന്ന സാമൂഹ്യ ചുറ്റുപാടുണ്ടായിരുന്നില്ല. ഉലമാക്കൾക്കിടയിൽ പ്രാമാണികമായ വിഷയങ്ങളിൽ അഭിപ്രായ വ്യത്യാസമുണ്ടാകും. അത് അല്ലാഹുവിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമ്മത്തിന് റഹ്മത്താണെന്ന് പറഞ്ഞ അഭിപ്രായ വ്യത്യാസത്തിനപ്പുറം ഈ സമൂഹത്തിൽ വിഭാഗീയതയും ഛിദ്രതയും ഭിന്നിപ്പും ഉണ്ടാകുന്ന ആ ആശയക്കുഴപ്പവും അഭിപ്രായ വ്യത്യാസവും നമ്മുടെ സമൂഹത്തിലുണ്ടായിരുന്നില്ല. അങ്ങനെ ദീർഘമായ 13.5 നൂറ്റാണ്ട് കാലം കേരളത്തിലെ മുസ്ലിം സമൂഹം വളർന്നു വന്നു. ദീർഘമായ 13.5 നൂറ്റാണ്ട് കാലം. അതിനൊടുവിലാണ് മുസ്ലിം സമൂഹത്തിനിടയിൽ അക്കാലമത്രയും ഈ സമുദായത്തിന് കേട്ടുകേൾവിയില്ലാത്ത രീതിയിലുള്ള പുതിയ ചില വാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മുസ്ലിം സമൂഹത്തിന്റെ ലേബലിൽ തന്നെ മതസംഘടനകൾ കടന്നുവരാനും ആശയപ്രചാരണം നടത്തുവാനുമുള്ള സാഹചര്യമുണ്ടായപ്പോഴാണ് ഇനി ഇതിനെ സംഘടിതമായി പ്രതിരോധിക്കാൻ ആവശ്യമായ സംഘടന വേണം എന്ന തിരിച്ചറിവാണ് 1920കളിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ എന്ന് പറയുന്നൊരു പണ്ഡിത പ്രസ്ഥാനത്തിന് രൂപം നൽകുന്നത്. ഞാൻ ദീർഘമായി ചരിത്രത്തിലേക്ക് കടന്നുപോകുന്നില്ല. അങ്ങനെ 1925 രൂപീകരിച്ച സമസ്ത കേരള ജംഇയ്യത്തുൽ ഇന്ന് 2014 നിൽക്കുന്നു. ഈ സമസ്ത കേരള ജംഇയ്യത്തുൽ കേരളത്തിലെ മുസ്ലിം ഉമ്മത്തിന് എന്ത് സംഭാവന ചെയ്തു എന്ന് ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു സന്ദർഭമാണിത്. സമസ്ത കേരള ജംഇയ്യത്തുൽ മാത്രമല്ല, കേരളത്തിൽ 1 ഡസനോളം വരുന്ന മതസംഘടനകളുണ്ട്. എല്ലാവരും അവകാശവാദം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ പറയുന്നതാണ് യഥാർത്ഥ ഇസ്ലാം എന്നാണ്. ഞങ്ങളാണ് യഥാർത്ഥ ഇസ്ലാമിന്റെ വാക്താക്കൾ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ പറയുന്ന വഴിയിലൂടെ സഞ്ചരിച്ചാൽ മാത്രമേ സ്വർഗം ലഭിക്കൂ എന്ന് അവകാശപ്പെട്ടുകൊണ്ടാണ് കേരളത്തിലെ എല്ലാ മതസംഘടനകളും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്.
അവരെ നമ്മുടെ തിരിച്ചറിവിന് വേണ്ടി ബിദാഴി പ്രസ്ഥാനം, വിഘടിത സംഘടനകൾ, തീവ്രവാദ സംഘടനകൾ എന്നൊക്കെ വിളിക്കാം, വ്യാജ തുരീക്കത്തുകൾ എന്നൊക്കെ പറയാം. ഇന്ന് ഇതൊരു സംഘടനാപരമായ വേദിയായിട്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ കാണേണ്ടതില്ല. വളരെ നിഷ്പക്ഷമായി ഈ 2014 നിൽക്കുന്ന ഈ ഘട്ടത്തിൽ കേരളത്തിലെ മുഴുവൻ മതസംഘടനകളും 20 വയസ്സ് പ്രായമുള്ള, 25 വയസ്സ് പ്രായമുള്ള, 40 വയസ്സ് പ്രായമുള്ള, 60 വയസ്സ് പ്രായമുള്ള, സമസ്തയോളം പ്രായമുള്ള ധാരാളം മതസംഘടനകൾ കേരളത്തിൽ ബോധിച്ചുകൊണ്ടിരിക്കുന്നു. ആ മതസംഘടനകളെല്ലാം പരസ്പരം വളരെ സദുദ്ദേശപരമായി വിലയിരുത്തുമ്പോൾ തിരിച്ചറിയാൻ സാധിക്കും അള്ളാഹുവിന്റെ വിശുദ്ധമായ ദീനിന്റെ പ്രമാണങ്ങൾക്ക് വിധേയമായി ഇത്രയും കാലം ഉമ്മത്തിനോട് സംസാരിച്ച പ്രസ്ഥാനം ഏത് എന്ന്. ഇതേത് സാധാരണക്കാരനും പാണ്ഡിത്യം പോലുമില്ലാത്ത, നിഷ്പക്ഷമായ, ചിന്തിക്കാവുന്ന, മുൻവിധികളില്ലാതെ കാര്യങ്ങൾ അന്വേഷിക്കുന്ന ആർക്കും തിരിച്ചറിയാവുന്നൊരു വസ്തുത. ഞാൻ വളരെ ഉത്തരവാദിത്തബോധത്തോടുകൂടി അവകാശവാദം ഉന്നയിക്കുന്നു. കേരളത്തിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ രൂപീകരിക്കപ്പെട്ട ആ നിമിഷം മുതൽ ഈ പ്രസ്ഥാനത്തിന്റെ ആദർശം എന്താണെന്ന് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ വിശദീകരിച്ചിട്ടുണ്ടെങ്കിൽ അതേ ആദർശവും ആശയവുമാണ് 85 വർഷത്തിന് ശേഷവും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ വിഭാവന ചെയ്യുന്ന ആദർശം എന്ന രീതിയിൽ ഇവിടെ പറയാനുള്ളൂ. ഈ 85 വർഷത്തിനിടയിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഏതെങ്കിലും ഒരു തീരുമാനം പിൽക്കാലത്ത് മാറ്റി പറഞ്ഞു എന്ന് എതിരാളികൾക്ക് പോലും ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പുറപ്പെടുവിച്ച ഒരു ഫത്വ അവർ പിൻകാലത്ത് പിൻവലിച്ചു എന്ന് എതിരാളികൾ പോലും ആരോപണം ഉന്നയിക്കാറില്ല. മതപരമായ കാര്യത്തിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഈ 8.5 പതിറ്റാണ്ടിനിടയിൽ കേരളത്തിലെ മുസ്ലിം ഉമ്മത്തിനോട് പറഞ്ഞ ഒരു കാര്യം പിൽക്കാലത്ത് അവർ മാറ്റി പറഞ്ഞു, അല്ലെങ്കിൽ അതവർ ഇപ്പോൾ പറയാറില്ല എന്ന് പറയുന്ന ഒരു തലത്തിലേക്ക് ഒരു വിഷയം പോലും, ഉദാഹരണത്തിനു വേണ്ടി ഒരു വിഷയം പോലും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ എതിരാളികൾക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിച്ചില്ല. എന്നാൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയല്ലാത്ത കേരളത്തിലെ ഏത് മതസംഘടനകളും നിങ്ങൾക്ക് പരിശോധിക്കാം. ഏത് മതസംഘടനകളും പരിശോധിക്കാം. ആ മതസംഘടനകളെല്ലാം രൂപം കൊള്ളുന്ന കാലത്ത് അവരുടെ നയപരമായ, ആശയപരമായ, ആദർശപരമായ നിലപാടുകൾ എന്താണോ സമൂഹത്തിന് മുമ്പിൽ വിശദീകരിച്ചത്, അതിൽ നിന്നും ഏറെ വ്യത്യസ്തമോ വൈരുദ്ധ്യമോ ആയിട്ടുള്ള ആ ആശയതലത്തിലേക്ക് കേരളത്തിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഒഴികെയുള്ള മുഴുവൻ മതസംഘടനകളും ആശയപരമായ വ്യതിയാനം സംഭവിച്ചിരിക്കുന്നു എന്ന് തിരിച്ചറിയാൻ സാധിക്കും. എന്താണ് ഇതിന്റെ കാരണം? സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന പണ്ഡിത പ്രസ്ഥാനം ദീനിന്റെ പ്രമാണങ്ങൾക്കനുസരിച്ചുകൊണ്ട് മാത്രമാണ് ഉമ്മത്തിനോട് സംസാരിച്ചത്. ദീനിന്റെ പ്രമാണങ്ങൾക്കനുസരിച്ചുകൊണ്ട് സമൂഹത്തോട് സംസാരിച്ച ഒരു പ്രസ്ഥാനത്തിനും പണ്ഡിത നേതൃത്വത്തിനും പിൽക്കാലത്ത് അതിന് മാറ്റി പറയേണ്ട സാഹചര്യം ഉണ്ടായിട്ടില്ല. എന്നാൽ കേരളത്തിൽ മറ്റു മതസംഘടനകളെല്ലാം ഇവിടെ അതത് കാലത്തെ ചുറ്റുപാടുകൾക്കനുസരിച്ചുകൊണ്ട് സംഘടനാപരമായ താൽപര്യങ്ങൾക്ക് വേണ്ടി, നിക്ഷിപ്തമായ താൽപര്യങ്ങൾക്ക് വേണ്ടി, ജനങ്ങൾക്കിടയിൽ ആകർഷകത്വം ലഭ്യമാകാനും വേണ്ടി ദീനിന്റെ പ്രമാണങ്ങളെ സ്വന്തം ബുദ്ധിക്കും യുക്തിക്കും അനുസരിച്ചുകൊണ്ട് തീരുമാനിക്കാനും പ്രചരിപ്പിക്കാനും ആ നിലക്ക് ഉത്ബോധിപ്പിക്കാനും ശ്രമം നടത്തിയതുകൊണ്ട് തന്നെ ആ കാര്യങ്ങളെല്ലാം പിൽക്കാലത്ത് മാറ്റിപ്പറയേണ്ടി വന്നു എന്നത് കേരളത്തിലെ മുഴുവൻ മതസംഘടനകളെയും പരിശോധിച്ചാൽ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയും. ഞാൻ ഓരോന്ന് വിശദീകരിക്കുന്നില്ല, സമയമില്ല. പാരമ്പര്യത്തിന്റെ ചങ്ങലക്കെട്ടുകൾ പൊട്ടിച്ചെറിഞ്ഞ നവമുസ്ലിമാണ് ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിം സമുദായത്തിന്റെ പൈതൃകത്തെ മുഴുവൻ ആക്ഷേപിക്കുകയും ധിക്കരിക്കുകയും ചെയ്തയാളാണ് മൗലാന മൗദൂദി. അദ്ദേഹത്തിന്റെ സംഘടനയാണ് ഇപ്പോൾ പാരമ്പര്യത്തെക്കുറിച്ചും പൈതൃകത്തെക്കുറിച്ചും സെമിനാറുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മാലമൗലിദുകളെക്കുറിച്ച്, ഹദ്ദാദ് റാത്തീബുകളെക്കുറിച്ച്, നബിദിനാഘോഷത്തെക്കുറിച്ച്, മക്ബറകളെക്കുറിച്ച്, ഉറൂസുകളെക്കുറിച്ച്, ആണ്ട് നേർച്ചകളെക്കുറിച്ച് സെമിനാർ നടത്താൻ അത്തരം സംഘടനകൾ രംഗത്ത് വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈതൃകത്തെക്കുറിച്ച് പറയാതെ കേരളത്തിലെ മുസ്ലിം സമൂഹത്തിനിടയിൽ സ്വാധീനം നേടാൻ കഴിയില്ല എന്ന തിരിച്ചറിവ് പൈതൃകത്തിന്റെ കടക്കൽ കത്തിവെച്ച സംഘടനകൾക്ക് പോലും തിരിച്ചറിയാൻ സാധിച്ചു എന്ന് പറഞ്ഞാൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ കേരളത്തിലെ മുസ്ലിം ഉമ്മത്തിന് മുമ്പിൽ വിഭാവന ചെയ്ത ആദർശം എല്ലാ അർത്ഥത്തിലും അർത്ഥപൂർണമാണെന്ന് മാത്രമല്ല അത് പ്രാമാണികമായിരുന്നു എന്ന് ഇന്ന് എതിരാളികൾക്ക് പോലും തിരിച്ചറിഞ്ഞ സാഹചര്യമാണുള്ളത്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു, മന്ത്രിച്ചൂതാൻ പാടില്ല, മരിച്ച് മയ്യത്തിന്റെ അടുക്കൽ ഖുർആൻ പാരായണം ചെയ്യാൻ പാടില്ല, രോഗിയായി കിടക്കുന്ന ആളെടുത്ത് ഖുർആൻ പാരായണം ചെയ്യാൻ പാടില്ല. അങ്ങനെ ഓരോ കാര്യങ്ങളെക്കുറിച്ചും അന്ധവിശ്വാസം, അനാചാരം, ജീർണത എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതെല്ലാം ചെയ്യുന്നവരുടെ മുഖത്ത് നോക്കിയിട്ട് ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തുണ്ടോ, സ്വഹാബത്തിന്റെ കാലത്തുണ്ടോ, ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടോ, ബുഖാരിയിലുണ്ടോ, മുസ്ലിമിലുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് സമൂഹത്തിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കാനും വേണ്ടി രംഗത്ത് വന്ന ആളുകൾ. മന്ത്രിച്ചൂതാൻ പാടില്ല,
അത് ദുർമന്ത്രവാദമാണ്, അന്ധവിശ്വാസമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പരിഹസിച്ചിരുന്ന ആളുകൾക്കിടയിൽ മന്ത്രത്തെക്കുറിച്ചും മുറുക്കിനെക്കുറിച്ചും ആത്മീയ ചികിത്സകളെക്കുറിച്ചും ഗവേഷണം തുടങ്ങി എന്ന് മാത്രമല്ല, അവരിപ്പോൾ ജിന്നിനെ അടിച്ചിറക്കാനുള്ള ചികിത്സകൾ തുടങ്ങിയിരിക്കുന്നു, മന്ത്രിച്ചൂതാൻ തുടങ്ങിയിരിക്കുന്നു. ഇതൊക്കെ നവോത്ഥാനത്തിന്റെ ഭാഗമായി അന്ധവിശ്വാസവും അനാചാരവുമായി വിശദീകരിച്ചിരുന്ന ആളുകൾ അവർ മന്ത്രിച്ചൂതാൻ തുടങ്ങിയപ്പോ നമ്മുടെ ഉസ്താദുമാരും തങ്ങന്മാരും മന്ത്രിച്ചൂന്നിടത്തൊക്കെ കാര്യങ്ങൾ വിട്ടു. നമ്മളിപ്പോ ഒരു ഉസ്താദിന്റെ അടുത്ത് പോയിട്ട് നമ്മളൊരു വിഷമവും പ്രയാസം പറഞ്ഞ് ഒന്ന് മന്ത്രിച്ചു തരണം എന്ന് പറഞ്ഞാൽ അവരുടെ അടുത്ത് പോയി നമ്മളെ കാര്യം പറഞ്ഞാൽ അതിന് വേണ്ടത് ചൊല്ലി നമ്മുടെ തലയിലേക്കോ ശിരസിലേക്കോ മന്ത്രിച്ചൂന്ന് നമ്മൾ ആത്മവിശ്വാസത്തോടുകൂടി തിരിച്ചു പോരും. എന്നാൽ മന്ത്രം അനുവദനീയമാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന പുതിയ നവോത്ഥാനവാദികൾ ഇപ്പോൾ മന്ത്രിച്ചൂതാൻ തുടങ്ങിയപ്പോ അതിൽ പ്രധാനപ്പെട്ട ചില ഷർത്തുകളൊക്കെ ഉണ്ട്. മന്ത്രിച്ചൂതാം, പക്ഷെ മന്ത്രിച്ചൂതുമ്പോ ഈ മന്ത്രിക്കുന്ന കാറ്റ് മുഴുവനും ഈ മന്ത്രിക്കപ്പെടുന്ന ആളുടെ ശരീരത്തിലേക്ക് എത്തണം. അത് അവരുടെ ഷർത്താണ്. അപ്പൊ കാറ്റ് മുഴുവെത്താൻ വേണ്ടിയിട്ട് മന്ത്രിച്ചൂതാം എന്ന് പറയുന്ന മുജാഹിദ് മൗലവിമാർ ഇപ്പോൾ മന്ത്രിച്ചൂതുന്നത് PVC പൈപ്പിലൂടെയാണ്. പഴയ കാലത്തൊക്കെ അടുപ്പിൽ നമ്മൾ ഊതാറുണ്ട് നമ്മൾ ഉമ്മമാരൊക്കെ. കാരണം കാറ്റ് മുഴുവൻ അടുപ്പിലേക്ക് എത്തിയാലേ പെട്ടെന്ന് കത്തിപ്പിടിക്കുള്ളൂ. അപ്പൊ ഒരു കാലത്ത് നവോത്ഥാനത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് പരിഷ്കരണവാദികൾ എന്ന് പറഞ്ഞുകൊണ്ട് പരമ്പരാഗതമായി മുസ്ലിം ഉമ്മത്ത് ആചരിച്ച് അനുഷ്ഠിച്ചു വന്നിരുന്ന ഒരുപാട് നന്മകളെയും സുഹൃതങ്ങളെയും ആക്ഷേപിക്കാനും പരിഹസിക്കാനും രംഗത്ത് വന്ന ആളുകൾ പിൽക്കാലത്ത് അത് തിരിച്ചറിഞ്ഞു എന്ന് മാത്രമല്ല, അതിപ്പോൾ പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞു വരുന്ന കാര്യം ഏത് സംഘടന എടുത്തു നോക്കിയാലും ഇത് തിരിച്ചറിയാൻ സാധിക്കും. ഇങ്ങനെ കടന്നു വന്ന വഴികളിലൂടെയാണ് 1980കളിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് അകത്ത് തന്നെ വിഭാഗീയതയുണ്ടാക്കാൻ ചില ആളുകൾ രംഗത്ത് വന്നു. സ്വന്തം ഉസ്താദായ കണ്ണിയത്ത് ഉസ്താദും ശംസുൽ ഉലമയും ജീവിച്ചിരിക്കെ തന്നെ അവരെ ഓവർടേക്ക് ചെയ്യാനൊരു മോഹം. മഹാനായ മർഹൂം നാട്ടിക് ഉസ്താദിന്റെ ഭാഷയിൽ പറഞ്ഞാൽ അള്ളാഹു അദ്ദേഹത്തിന്റെ പരലോകത്തെ ദർജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. ഒരാൾ ഇമാമ നിൽക്കുന്നുണ്ട്, ബാക്കിയുള്ളവരൊക്കെ മൗമൂമികളായിട്ട് ജമാഅത്തായിട്ട് നിസ്കരിക്കുകയാണ്. അപ്പൊ 2 റക്അത്ത് കഴിഞ്ഞപ്പോ പിന്നിൽ നിസ്കരിക്കുന്ന ഒരാൾക്കൊരു മോഹം, അടുത്ത വക്തിൽ ജമാഅത്തായിട്ട് ഇമാം എന്നാ പോരാ, ഇപ്പൊ തന്നെ എനിക്ക് ഇമാം നിൽക്കണം. അങ്ങനെ പിൻഭാഗത്ത് നിൽക്കുന്ന ഒരാള് ഞാനാണിഞ്ഞ് 3ാമത്തെ റക്അത്ത് മുതൽ ഇമാം എന്ന് പറഞ്ഞാൽ കയറിന്നാൽ ആ നിസ്കാരത്തിന്റെ കോലം എന്താണ്? ഇതാണ് 1989 അക്കാലത്ത് ജീവിച്ചിരിക്കുന്ന, അക്കാലത്ത് പകരം വെക്കാൻ പറ്റാത്ത, പകരക്കാരനില്ലാത്ത വിധം എല്ലാവരാലും ആദരണീയരായ സാത്വികരായ സൂഫി വര്യന്മാരായ മഹാനായ കണ്ണിയത്ത് ഉസ്താദിന്റെയും ശംസുൽ ഉലമയുടെയും കാലഘട്ടത്താണ് അവരുടെ ശിഷ്യന്മാരും ശിഷ്യന്മാരുടെ ശിഷ്യന്മാരുമൊക്കെയായ ആളുകൾ രംഗത്ത് വന്നുകൊണ്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്കെതിരെ അന്യായമായ കുറെ ആരോപണം ഉന്നയിച്ചുകൊണ്ട് സംഘടനക്കിടയിൽ വിഭാഗീയത ഉണ്ടാക്കാൻ ശ്രമിച്ചു എന്ന് മാത്രമല്ല, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സാത്വികരായ പണ്ഡിതന്മാർക്കെതിരെ കോടതിയിൽ കേസ് ഫയൽ ചെയ്തു. ആ കേസിലെ പ്രധാനപ്പെട്ട പ്രയർ എന്തായിരുന്നു? സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നടത്തിപ്പിന് ഇവരെയൊന്നും പറ്റൂല, അതുകൊണ്ട് അതിന്റെ ഭരണം, അതിന്റെ നടത്തിപ്പ് ഒരു റിസീവറെ ഏൽപ്പിക്കണം സർക്കാർ. അത് ജനറൽ ബോഡി വിളിക്കാറില്ല, മുഷാവറയോഗം കൂടാറില്ല. ഒരു സംഘടനയുടെ വേണ്ട രീതിയിലുള്ള നടത്തിപ്പിന് ആ ഭരണസമിതി ഇപ്പോഴുള്ള ഭാരവാഹികൾ പര്യാപ്തരല്ല. അതുകൊണ്ട് അതിന്റെ ഭരണം ഒരു റിസീവറെ ഏൽപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കോടതിയിൽ കേസ് ഫയൽ ചെയ്തു. കോടതി മഹാനായ ശംസുൽ ഉലമക്കും കണ്ണിയത്ത് ഉസ്താദിനും സമൻസ് അയച്ചു. കണ്ണിയത്ത് ഉസ്താദിന്റെ സ്വഭാവ രീതി ഒന്ന്, ശംസുൽ ഉലമയുടെ രീതി മറ്റൊന്നാണ്. ശംസുൽ ഉലമ തന്ത്രപൂർവ്വം ആ സമൻസ് കൈപ്പറ്റിയതേയില്ല. പല അടവുകളും തന്ത്രങ്ങളും പറഞ്ഞുകൊണ്ട് ആ സമൻസ് കൈപ്പറ്റാൻ പോയില്ല. പക്ഷേ തന്ത്രങ്ങളോ അത്തരത്തിലുള്ള കേസുകളെക്കുറിച്ചോ സമൻസുകളെക്കുറിച്ചോ ഒന്നും അറിയാത്ത, ജീവിതത്തിൽ രാപ്പകൽ ഭേദമന്യേ ജീവിതത്തിൽ ഓരോ നിമിഷവും ഉഖറവിയായ ചിന്തയോടുകൂടി ഇൽമുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന കണ്ണിയത്ത് ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം കണ്ണിയത്ത് ഉസ്താദിന്റെ അടുത്തേക്ക് സമൻസുമായി ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ വരുന്നു എന്ന് പറഞ്ഞപ്പോ നമ്മളൊക്കെ നമ്മുടെ വീട്ടിലൂടെ നമ്മുടെ കൊച്ചുകുട്ടികളെ 2 വയസ്സോ 3 വയസ്സോ ഉള്ള കുട്ടികളോട് പറയും ഇതാ പോലീസ് വരുന്നു എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ കുട്ടിക്ക്, ആ നിഷ്കളങ്കനായ കുട്ടിക്കുണ്ടാകുന്നത് പോലെയുള്ളൊരു പെരുമാറ്റമാണ്
മഹാനായ കണ്ണിയത്ത് ഉസ്താദിന്റെ അടുത്തേക്ക് സമൻസുമായി വരുന്നു എന്ന് പറഞ്ഞപ്പോൾ മഹാനായ കണ്ണിയത്ത് ഉസ്താദ് പറഞ്ഞു, പോലീസ് വരുന്നു, എന്നെ പിടിച്ചുകൊണ്ടുപോകോ, എന്നെ അറസ്റ്റ് ചെയ്യോ എന്ന് പറഞ്ഞുകൊണ്ട് ആ നിഷ്കളങ്കനായ ആ മനുഷ്യന്റെ മനസ്സിനെ പോലും വേദനിപ്പിച്ചുകൊണ്ടാണ് ഈ ഇത്തരത്തിലുള്ള വിഭാഗീയതക്ക് ഈ വിഭാഗം തുടക്കം കുറിച്ചത്. പക്ഷേ ഷംസുലുമയും കണ്ണിയത്തൊക്കെ വഫാത്തായപ്പോ നമ്മളെക്കാണെ വലിയ രീതിയിൽ പുകഴ്ത്താനും മൗലിദ് ഓതാനൊക്കെ മറുവിഭാഗം രംഗത്ത് വന്നു എന്നത് മറ്റൊരു കാര്യം. അങ്ങനെ തുടക്കം കുറിച്ച ഈ സംവിധാനം തുടക്കം കുറിച്ചു എന്ന് മാത്രമല്ല, അന്ന് മുതൽ ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദൌത്യമെന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് കേവലം സംഘടനാപരമായ ആക്ഷേപമോ ആരോപണമോ ആയിട്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ വിലയിരുത്തേണ്ടതില്ല. വളരെ അച്ചടക്കത്തോടുകൂടി വളരെ നിശബ്ദമായി ഈ സാമൂഹ്യമായ മഹലിന്റെ ബദ്ധതകൾ കാത്തുസൂക്ഷിച്ചുകൊണ്ട് വളരെ അഭിമാനകരമായി മുസ്ലിം സമൂഹം മുന്നോട്ട് പോയിരുന്ന ഈ കാലത്താണ് നമ്മുടെ മഹല്ലുകൾക്കിടയിൽ വിഭാഗീയതയും ഭിന്നിപ്പുകളും ഛിദ്രതയും സംഘർഷങ്ങളും കൊലപാതകങ്ങളും ഒക്കെ നടക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. ഒരൊറ്റ ലക്ഷ്യമേ ഉണ്ടായിരുന്നു, സമസ്ത കേരള ജംഇയ്യത്തുലമക്കും പാണക്കാട് സാദാത്യങ്ങൾക്കും കേരളത്തിലെ മുസ്ലിം സമൂഹത്തിനുള്ള ഇടയിലുള്ള ഈ അംഗീകാരതയും വിശ്വാസ്യതയും ചോദ്യം ചെയ്തുകൊണ്ട് ആ സീറ്റിൽ കയറിയിരിക്കുന്ന ഒരു വെള്ളിയാഴ്ച ഉണ്ടാവണം. ഞാനാണ് കേരളത്തിലെ മേൽക്കാളി എന്ന് പറയുന്ന ഒരു ദിവസത്തിനു വേണ്ടി വല്ലാതെ ആഗ്രഹിച്ചു പോയി. അതിനുവേണ്ടി ഒരുപാട് ദുരാരോപണങ്ങൾ ഉന്നയിച്ചു, അതിനുവേണ്ടി ഒരുപാട് ആക്ഷേപങ്ങളുണ്ടായി, അതിനുവേണ്ടി ശത്രുവിന്റെ തോളിൽ പോലും കൈയിട്ടുകൊണ്ട് ശത്രുവിന്റെ സഹായം തേടിക്കൊണ്ട് ഈ സമൂഹത്തിൽ ഛിദ്രതയും ഭിന്നതയും ഉണ്ടാക്കാൻ വേണ്ടി ശ്രമങ്ങൾ നടന്നു. അങ്ങനെ മഹല്ലുകൾക്ക് സമാന്തരമായി മഹല്ലുകൾ ഉണ്ടാക്കാൻ ശ്രമിച്ചു, മദ്രസകൾക്ക് സമാന്തരമായി മദ്രസകൾ ഉണ്ടാക്കാൻ ശ്രമിച്ചു. ഇതൊക്കെ പറഞ്ഞെന്തിനാണ്? ഞാനാണ് സമസ്ത കേരള ജംഇയ്യത്തുലമ എന്ന് പറഞ്ഞുകൊണ്ട്, സ്വന്തം ഉസ്താദുമാർ സമസ്ത കേരള ജംഇയ്യത്തുലമയുടെ പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ള പദവികളിൽ ഇരിക്കുമ്പോൾ അവർ അന്തസ്സോടുകൂടി കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിം സമൂഹത്തിന്റെ അംഗീകാരവും വിശ്വാസ്യതയും നേടിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന സമയത്താണ് ഞാനാണ് സമസ്ത എന്ന് പറഞ്ഞുകൊണ്ട് അതിൽപ്പെട്ട അത്തരത്തിലുള്ള ആളുകളുടെ നാലയലത്ത് പോലും ഇരിക്കാൻ യോഗ്യതയില്ലാത്ത ചില ആളുകൾ രംഗത്ത് വന്നുകൊണ്ട് ഞാനാണ് സമസ്ത എന്ന് പറയുന്ന സാഹചര്യം ഉണ്ടായത്. ഈ കുട്ടികൾക്കൊക്കെ അറിയാം, ടിൻഡുമോൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രമുണ്ട്. സ്കൂളിൽ നിന്ന് കുട്ടികൾ ടൂർ പോയപ്പോ ഏതോ പാർക്കിൽ പോയി കുട്ടികളൊക്കെ അതിലെതിരെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന സമയത്ത് ഈ ടിൻഡുമോൻ വഴിതെറ്റിപ്പോയി. ഇവര് മൊത്തം 40 കുട്ടികളുണ്ട്. അപ്പൊ ഈ ടിൻഡുമോൻ എന്ന് പറയുന്ന കുട്ടി വഴിതെറ്റിപ്പോയപ്പോ അവൻ സത്യത്തിൽ എന്താ ചെയ്യേണ്ടത്? എന്റെ കൂടെയുള്ളവരൊന്നും കാണാനില്ല, അപ്പൊ അവരുടെ അടുത്തേക്ക് തിരിച്ചെത്താനുള്ള ഒരു വഴിയെക്കുറിച്ചാണ് അവൻ അന്വേഷിക്കേണ്ടത്. പക്ഷെ അതിന് അവരെ തെരഞ്ഞു പോകാൻ അവന്റെ കിബ്റ് സമ്മതിച്ചില്ല. അപ്പൊ അവൻ ആ പാർക്കിൽ ഒരു കുന്നിന്റെ ഒരു പാറയുടെ മുകളിൽ കയറുന്നിട്ട് പറഞ്ഞു, എന്റെ കൂടെ യാത്ര ചെയ്തിരുന്ന 39 പേരെ കാണാനില്ല, അവരിങ്ങോട്ട് വരണം എന്ന് പറഞ്ഞു. അതേപോലെ സമസ്ത കേരള ജംഇയ്യത്തുലമയിൽ നിന്ന് ഇതേപോലെ ദുരാരോപണം ഉന്നയിക്കുകയും അച്ചടക്കരാഹിത്യവും ഉണ്ടായതിന്റെ പേരിൽ മാറ്റി നിർത്തപ്പെട്ട 6 ആളുകൾ അപ്പുറത്ത് പോയിട്ട് പറഞ്ഞു, ഞങ്ങളാണ് സമസ്ത കേരള ജംഇയ്യത്തുലമ. അങ്ങനെ തുടങ്ങി മഹല്ലുകൾക്ക് സമാന്തരം മഹല്ലുണ്ടാക്കാൻ ശ്രമിച്ചു, പള്ളികൾക്ക് സമാന്തരമായി പള്ളികൾ ഉണ്ടാക്കാൻ ശ്രമിച്ചു, മദ്രസകൾക്ക് സമാന്തരമായി മദ്രസകൾ ഉണ്ടാക്കാൻ ശ്രമിച്ചു, മദ്രസ സിലബസുകൾക്ക് സമാന്തരമായി സിലബസുകൾ ഉണ്ടാക്കാൻ ശ്രമിച്ചു, എല്ലാത്തിനും സമാന്തരം ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. പാണക്കാട് തങ്ങന്മാർക്ക് സമാന്തരമായിട്ട് മറ്റൊരു തങ്ങളെയും കൊണ്ടുവന്നിട്ട് ഒരു പരീക്ഷണം നടത്താൻ ശ്രമിച്ചു. ആ രീതിയിലുള്ള ശ്രമങ്ങൾ നടത്തി വേണ്ടത്ര മുസ്ലിം സമൂഹത്തിനുള്ളിൽ അംഗീകാരവും സ്വീകാര്യതയും നേടാൻ കഴിയില്ല എന്ന് തിരിച്ചറിഞ്ഞപ്പോ അവസാനം ഈ വിഭാഗം നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തന്നെ ഉപയോഗിച്ചുകൊണ്ട് അവസാനത്തെ ഒരു പരീക്ഷണത്തിനാണ് പിന്നീട് തുടക്കം കുറിച്ചത്. അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. രാമന്തൽ ഇവിടെയുണ്ട്, കൂടാതെ അലവിദാരിമി ഇവിടെ വരാനിരിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ആലോചിക്കേണ്ടത് ഇതൊരിക്കലും സംഘടനാപരമായ അഭിപ്രായ വ്യത്യാസമായിട്ട് നിങ്ങൾ കാണേണ്ടതില്ല. എതിരാളികൾക്കെതിരെ ഉന്നയിക്കാൻ പറ്റുന്ന ഒരു ആരോപണം കിട്ടിയതിന്റെ സന്തോഷമാണ് എന്നും കാണേണ്ടതില്ല. നമ്മളറിയാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ന് പറയുന്ന
ഒരു സത്യവിശ്വാസി അവന്റെ വിശ്വാസം സമ്പൂർണ്ണമാകണമെങ്കിൽ അവനവന്റെ മാതാപിതാക്കളെക്കാൾ ഭാര്യ സന്താനങ്ങളെക്കാൾ ഈ ഭൂമുഖത്തോ അവൻ എന്തെല്ലാം വിലപ്പെട്ടതുണ്ടോ അതിനേക്കാളെല്ലാം എന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുന്നുവോ അന്നേ അവൻ സമ്പൂർണ്ണ വിശ്വാസിയാവുകയുള്ളൂ എന്ന് വിശ്വസിക്കാനും മനസ്സിലാക്കാനും തിരിച്ചറിയാനും കഴിയുന്ന ഒരു തലത്തിലേക്ക് എന്നൊരാൾ ഒരു സത്യവിശ്വാസി എത്തുന്നുവോ അന്നേ അവന്റെ വിശ്വാസം പൂർത്തീകരിക്കപ്പെടുകയുള്ളൂ എന്ന് വിശ്വസിക്കുന്ന മുസ്ലിം സമൂഹത്തിനിടയിൽ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വേദനിപ്പിക്കുന്ന, പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിന്ദിക്കുന്ന എന്ത് ചെറിയ രീതിയിലുള്ള ഒരു നടപടികൾ മുസ്ലിം സമൂഹത്തിനകത്താണെങ്കിലും പുറത്താണെങ്കിലും വന്നാലും അത് മുസ്ലിം സമൂഹത്തിന് സഹിക്കാൻ കഴിയില്ല. അത് മുസ്ലിം സമൂഹത്തിന് സഹിക്കാൻ കഴിയുന്ന സംഗതിയല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് തന്നെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്തിനോട് കൂടി ഇരിക്കുന്ന സമയത്ത് ജറാഹ് എന്ന് പറയുന്ന പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശത്രുപക്ഷത്ത് നിൽക്കുന്ന ഒരു ക്രൂരനായ മനുഷ്യൻ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വെല്ലുവിളിക്കാൻ, മുഹമ്മദേ ധൈര്യമുണ്ടെങ്കിൽ ഇറങ്ങിവാടാ, നീയുമായി യുദ്ധം ചെയ്യാൻ ഞാൻ സന്നദ്ധനാണ് എന്ന്. ജറാഹ് എന്ന് പറയുന്ന ശത്രു പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വെല്ലുവിളിച്ചപ്പോ ഈ ജറാഹിന്റെ സ്വന്തം പുത്രനായ അബൂ ഉബൈദ റളിയല്ലാഹു തആല അൻഹു പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്തുണ്ട്, സ്വഹാബിയാണ്, വിശ്വാസിയാണ്. അപ്പൊ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് സ്വഹാബിയായ അബൂ ഉബൈദ റളിയല്ലാഹു തആല അൻഹു ഇരിക്കുമ്പോഴാണ് ഈ അബൂ ഉബൈദയുടെ പിതാവായ അവിശ്വാസിയായ ജറാഹ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വെല്ലുവിളിക്കുന്നത്. സ്വന്തം പിതാവാണെങ്കിൽ പോലും പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അങ്ങനെ ധിക്കാരപൂർവ്വം അങ്ങനെ വെല്ലുവിളിച്ചപ്പോ അബൂ ഉബൈദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലെ, അങ്ങ് സമ്മതം തന്നാൽ എന്റെ പിതാവാണ് ശരി, പക്ഷേ അങ്ങേ തെറി വിളിച്ചത് എനിക്ക് സഹിക്കാൻ കഴിയില്ല, ഞാനിപ്പോ അയാളെ ശരിയാക്കി കളയാം, നിങ്ങൾ സമ്മതം തന്നാ മതി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അബൂ ഉബൈദ, അതെന്തായാലും നിന്റെ പിതാവല്ലേ, അദ്ദേഹം എന്തെങ്കിലും പറഞ്ഞോട്ടെ, നീ ശ്രദ്ധിക്കണ്ട. കുറച്ചു കഴിഞ്ഞ് വീണ്ടും കുറച്ചുകൂടി മോശപ്പെട്ട ഭാഷയിൽ ജറാഹ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വെല്ലുവിളിച്ചു. വീണ്ടും വെല്ലുവിളിച്ചപ്പോ അബൂ ഉബൈദ വീണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്ക് വന്നിട്ട് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലെ, നിങ്ങൾ എനിക്ക് സമ്മതം തരണം, എന്റെ പിതാവാണ് ശരി, പക്ഷേ വല്ലാതെ ശല്യം ചെയ്തുകൊണ്ട് സംസാരിക്കുകയാണ്, അങ്ങേ ഇങ്ങനെ ചീത്ത വിളിക്കുന്ന കേട്ടു നിൽക്കാൻ എനിക്ക് കഴിയില്ല, അതുകൊണ്ട് നിങ്ങൾ ഇപ്പൊ സമ്മതം തന്നാൽ ഞാൻ തീരുമാനമായിക്കൊള്ളാം. അപ്പോഴും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂ ഉബൈദ റളിയല്ലാഹു തആല അൻഹുവിനെ പിന്തിരിപ്പിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോൾ മൂന്നാമതും വിളിച്ചിട്ട് പൂരത്തെറി വിളിച്ചു പറയാൻ തുടങ്ങി. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വളരെ മ്ലേച്ഛമായ ഭാഷയിൽ ആക്ഷേപിക്കാൻ തുടങ്ങി. അബൂ ഉബൈദ റളിയല്ലാഹു തആല അൻഹു പ്രവാചകനോട് സമ്മതം ചോദിക്കാൻ നിന്നില്ല. നേരെ ചെന്നുകൊണ്ട് സ്വന്തം പിതാവായ ജറാഹിനെ പിടിച്ചുകൊണ്ട് തല വെട്ടിയെടുത്തുകൊണ്ട് ആ തല വാളിന്റെ തുമ്പിലാക്കിക്കൊണ്ട് ഇലാ ഹളറത്ത് റസൂലുള്ളാഹി, പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പാകെ സ്വന്തം പിതാവിന്റെ തല വെട്ടിയെടുത്തുകൊണ്ട് ഹാജരാക്കി. അത് കണ്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വല്ലാതെ സങ്കടമായി, വിഷമമായി. എന്നെ തെറിവിളിച്ചതിന്റെ പേരിലാണെങ്കിലും എന്നെ ചീത്ത വിളിച്ചതിന്റെ പേരിലാണെങ്കിലും ഒരു പുത്രനാണല്ലോ സ്വന്തം പിതാവിന്റെ തലയെടുത്തുകൊണ്ട് ഇവിടെ ഹാജരാക്കിയിരിക്കുന്നത്. പ്രവാചകനും വല്ലാതെ മനോവിഷമത്തിലിരിക്കുന്ന സമയത്താണ് ജിബ്രീൽ അലൈഹിസ്സലാം അള്ളാഹുവിന്റെ വിശുദ്ധ വാക്യങ്ങളുമായി കടന്നു വരുന്നത്. ഈ സ്വന്തം പിതാവിന്റെ, പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തെറിവിളിച്ചതിന്റെ പേരിൽ സ്വന്തം പിതാവിന്റെ തലയെടുത്ത ആ അബൂ ഉബൈദയെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ അള്ളാഹു തന്നെ പ്രഖ്യാപിക്കുകയാണ്, ഉലൈക ഹിസ്ബുല്ലാഹ്, അവൻ അള്ളാഹുവിന്റെ പാർട്ടിയാണ്. സ്വന്തം പിതാവിന്റെ തലയെടുത്തത് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരിഹസിച്ചതിന്റെയും ചീത്ത വിളിച്ചതിന്റെയും പേരിലാണ്. അത് സ്വന്തം പിതാവിന്റേതാണെങ്കിൽ പോലും ആ സ്വന്തം പിതാവിന്റെ തലയെടുത്ത ആ അബൂ ഉബൈദ റളിയല്ലാഹു തആല അൻഹുവിനെ ഉലൈക ഹിസ്ബുല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ കക്ഷിയിൽപ്പെടുത്തിക്കൊണ്ട് വിശുദ്ധ ഖുർആനിക സൂക്തമിറങ്ങുന്ന ആ ചരിത്ര സംഭവം അവിടെ ഉണ്ടാകുന്നു. ഇതിന് സമാനമായ സംഭവങ്ങളല്ലേ ഇന്ന് കേരളത്തിൽ ഇറങ്ങേറിക്കൊണ്ടിരിക്കുന്നത്? ഇതിന് സമാനമായ സംഭവങ്ങളല്ലേ ഇന്ന് കേരളത്തിൽ ഇറങ്ങേറിക്കൊണ്ടിരിക്കുന്നത്? സംഘടനാപരമായ താൽപര്യങ്ങൾക്ക് വേണ്ടി, ജനങ്ങൾക്കിടയിൽ സ്വാധീനം നേടാൻ വേണ്ടി, എനിക്കാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ഏറ്റവും അടുപ്പമുള്ളത് എന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനും വിശ്വസിക്കാനും വേണ്ടി
പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മാർക്കറ്റിലെ ഒരു കച്ചവട വസ്തുവാക്കി കൊണ്ടുവന്നുകൊണ്ട് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഒരു വസ്തു ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേതാണ് എന്ന് അവകാശപ്പെട്ടുകൊണ്ട് അതിന്റെ പേരിൽ സാമ്പത്തികാത്മീയ ചൂഷണത്തിനു വേണ്ടി ഒരു വിഭാഗം രംഗത്ത് വരുമ്പോ നമ്മൾ മിണ്ടാതിരിക്കണം. എന്താ കാരണം? മഹല്ലിൽ പ്രശ്നം ഉണ്ടാകും. മോശമല്ലേ? നിങ്ങൾ ഈ സംഘടനകൾ ഇങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണം ഉന്നയിക്കുന്ന മോശമല്ലേ? മറ്റു സമുദായക്കാരെ കാണില്ലേ? അങ്ങനെ കുറെ മേസിമാർ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോ മോശമാണ്, അതൊന്നും പറയണ്ട. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എന്ത് ചീത്തയും വിളിക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ഒരു വ്യാജ മുടി കൊണ്ടുവന്ന് ആ വ്യാജമുടിയുമായി ബന്ധപ്പെട്ട് ഇവരുടെ വെബ്സൈറ്റിൽ വന്ന ഒരു വാർത്തയിൽ ഇതിന് ഒരു ദീർഘമായ ഒരു നീളമുള്ള ഒരു മുടിയുടെ ഫോട്ടോയുണ്ടായിരുന്നു. അതിന്റെ കൂടെ 1 മീറ്ററും 1.5 മീറ്ററും ദൈർഘ്യമുള്ള മുടികളുണ്ട് ആ കേന്ദ്രത്തിൽ നിന്ന് ഇവരുടെ വെബ്സൈറ്റിൽ വാർത്ത വന്നപ്പോ ഞങ്ങൾക്കത് അറിയില്ല എന്ന് പറഞ്ഞാൽ മതി. പക്ഷേ അറിയില്ല എന്ന് പറഞ്ഞില്ല എന്ന് മാത്രമല്ല, ആ ദീർഘമായ ആ 1 മീറ്ററും 1.5 മീറ്ററും ദൈർഘ്യമുള്ള മുടികളെ ന്യായീകരിക്കാൻ വേണ്ടി കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ പ്രിന്ററും പബ്ലിഷറുമായ ഇവരുടെ ദിനപത്രത്തിൽ ലേഖനം എഴുതി. ഈ 1.5 മീറ്റർ മുടിയെ ന്യായീകരിക്കാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 6 വർഷക്കാലം മുടിവെട്ടാതെ ജീവിച്ച പ്രാകൃത മനുഷ്യനായി എഴുതി വെച്ചു. 6 വർഷക്കാലം മുടിവെട്ടാതെ ജീവിച്ച പ്രാകൃത മനുഷ്യനായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് സ്വന്തം പത്രത്തിൽ ലേഖനം എഴുതുന്നു. നമ്മളെന്താ ചെയ്യേണ്ടത്? മിണ്ടാൻ പാടില്ല. മഹല്ലിൽ പ്രശ്നം ഉണ്ടാകും. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ഈ മനുഷ്യന് വലിയ അഭേദ്യമായ ബന്ധമുണ്ട് എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി ഒരുപാട് കള്ള സ്വപ്ന കഥകൾ പ്രചരിപ്പിച്ചുകൊണ്ട് നല്ല വാഴ്ന്നു പറയുന്ന ഈണത്തിൽ പ്രഭാഷണം നടത്തിക്കൊണ്ട് ഔദ്യോഗികമായി CD-കൾ ഇറക്കി നാട് മുഴുവൻ പബ്ലിസിറ്റി കൊടുക്കുന്നു. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി അടുത്ത ബന്ധമുള്ളയാളാണ് ഇദ്ദേഹം. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്ന ദർശനത്തിലൂടെ പോലും കാണണമെങ്കിൽ ഇദ്ദേഹത്തിന് ടിക്കറ്റ് ചീന്തി വാങ്ങണം. നമ്മളെന്താ ചെയ്യേണ്ടത്? മഹല്ലിൽ പ്രശ്നം ഉണ്ടാകും, മിണ്ടാൻ പാടില്ല. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് എന്തും പറയാം. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിന്ദിക്കാം. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെടുത്തി യാതൊരു തെളിവോ രേഖകളോ ഒരാധികാരികമില്ലാത്ത എന്തു വസ്തുവും കൊണ്ടുവന്നുകൊണ്ട് കച്ചവടം ചെയ്യാം. അതിന്റെ പേരിൽ പള്ളി ഉണ്ടാക്കുമെന്ന് പറയാം. അതിന്റെ പേരിൽ പണം പിരിക്കാം. അതിന്റെ പേരിൽ ടൗൺഷിപ്പ് ഉണ്ടാക്കാം. എന്തു തോന്നിവാസവും ചെയ്യാം. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് എന്തും പറയാം. പക്ഷേ നരേന്ദ്രമോദിയെ വിമർശിക്കാൻ പാടില്ല. അദ്ദേഹം മഹാനാണ്. നരേന്ദ്രമോദി വിമർശിക്കാൻ പാടില്ല. കാരണം ഒരുപക്ഷേ അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായാലോ, ഉസ്താദിനെ അവിടെ സന്ദർശിക്കേണ്ടി വന്നാലോ, എന്തെങ്കിലും ആനുകൂല്യങ്ങൾ നഷ്ടപ്പെട്ടു പോയാലോ. കാരണം പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് എന്തും ചെയ്യാം, എന്തും പറയാം, എന്തും വിമർശിക്കാം, എന്തും എഴുതി വെക്കാം, ഒരു കുഴപ്പമില്ല. ഏത് കച്ചവടം നടത്താം. നരേന്ദ്രമോദി വിമർശിക്കാൻ പാടില്ല. നരേന്ദ്രമോദിയെക്കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്താണ്? താങ്കൾ അദ്ദേഹവുമായി അഭേദ്യമായ ബന്ധമുണ്ട് എന്ന് ആരോപണമുണ്ടല്ലോ എന്ന് ചോദിച്ചപ്പോ മൂപ്പര് പറയാണ്, നരേന്ദ്രമോദിയെക്കുറിച്ചുള്ള നിലപാട് തീരുമാനിച്ചിട്ടില്ല. ഒരു മനുഷ്യനെക്കുറിച്ചുള്ള ഒരു തീരുമാനം പറയാം. ഒരു 2000 മുസ്ലിങ്ങളൊക്കെ കൊന്നാ പോരെ? ഒരു 2000 മുസ്ലിങ്ങളെ കൊന്ന ഒരാളെക്കുറിച്ച് തീരുമാനം പറയാൻ ഇനി വേറെ മുഷാവറ യോഗം ചേരണോ? അപ്പൊ നരേന്ദ്രമോദിയെക്കുറിച്ചൊന്നും മിണ്ടാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് എന്ത് തോന്നിയാസവും പറയാം. ഇതെല്ലാം കണ്ടുകൊണ്ട് മിണ്ടാതിരിക്കണമെങ്കിൽ അത്ര ഷണ്ടന്മാരല്ല സമസ്ത കേരള ജമിയത്തുലമയുടെ പണ്ഡിതന്മാരും നേതാക്കന്മാരും അതിന്റെ പ്രവർത്തകരുമെന്ന് ബന്ധപ്പെട്ടവർ ഓർമ്മപ്പെടുത്തുകയാണ്. ഇത് വിടൂല, ഇത് വിടുന്ന ഏർപ്പാടുമില്ല. ഞങ്ങളിത് മുസ്ലിം ഉമ്മത്തിന്റെ മുഖത്ത് നോക്കിയിട്ട് മാപ്പ് പറയാനും പരസ്യമായി തൗബ പറയാനും രംഗത്ത് വരാത്തിടത്തോളം കാലം ഇതുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭമെന്ന് സമസ്തയോ പോഷകഘടകങ്ങളോ പിന്തിരിയുന്ന ഒരു പ്രശ്നമേ ഇല്ല. കുറച്ചാലും പറഞ്ഞ് അങ്ങനെ മതിയാക്കിക്കൊള്ളുന്ന ആരെങ്കിലും പൂതിവെക്കുന്നുണ്ടെങ്കിൽ നടക്കൂല. ഒരു കുറെ കാലം നമ്മളിങ്ങനെ കുറെ മിണ്ടാതിരുന്നാൽ, നമ്മൾ കുറെ കാലം മറുപടി പറയാന്നാൽ, നമ്മൾ കുറെ കാലം മിണ്ടാതെ നമ്മൾ കണ്ടില്ല കേട്ടില്ല എന്ന് പറഞ്ഞ് കണ്ണും ചിമ്മിരുന്നാൽ കണ്ണട ചിരുട്ടാക്കലേ ഉണ്ടാകുള്ളൂ. ഞങ്ങൾ വിടൂല. ഇത് പരസ്യമായി. കാരണം ഇത് മറ്റാരെക്കുറിച്ചാണെങ്കിലും ആ അർത്ഥത്തിൽ നമുക്ക് ഉൾക്കൊള്ളാം. മറ്റാരെക്കുറിച്ചാണെങ്കിലും ആ അർത്ഥത്തിൽ ഉൾക്കൊള്ളാം. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഇവിടെ സൽമാൻ റുഷ്ദി ദ സാത്തനിക് വേഴ്സസ് എന്ന് പറയപ്പെടുന്ന ഒരു പുസ്തകം എഴുതിയിട്ട് അതിന്റെ പേരിൽ ധാരാളം പ്രതിഷേധങ്ങളുണ്ടായി, ധാരാളം സമരങ്ങളുണ്ടായി. ഇന്ത്യ രാജ്യത്ത് ഗവൺമെന്റ് ആ പുസ്തകത്തെ നിരോധിക്കുന്ന സാഹചര്യം പോലും ഉണ്ടായി. ദി സാത്തനിക് വേഴ്സസ് എന്ന് പറയുന്ന പുസ്തകം ഇന്ത്യയിൽ നിരോധിച്ചു.
ഇന്ത്യയിലെ 15% വരുന്ന മുസ്ലിങ്ങൾക്ക് വേണ്ടി ഈ രാജ്യത്തെ ഗവൺമെന്റ് ആ പുസ്തകം നിരോധിച്ചു. ഈ രാജ്യത്ത് ആ പുസ്തകം നിരോധിച്ചു എന്ന് മാത്രമല്ല, ആ പുസ്തകം നിരോധിക്കപ്പെട്ട വേളയിൽ കഴിഞ്ഞ വർഷമാണ് ജയ്പൂരിൽ നടന്ന ഒരു ലോക സാഹിത്യ സമ്മേളനത്തിലേക്ക് സൽമാൻ റുഷ്ദി ക്ഷണിക്കപ്പെട്ടു. ആ ലോക സാഹിത്യ സമ്മേളനത്തിലേക്ക് സൽമാൻ റുഷ്ദി ക്ഷണിക്കപ്പെട്ടപ്പോ ഇന്ത്യയിലെ മുസ്ലിം പണ്ഡിതന്മാർ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു, നിങ്ങളുടെ മുൻഗാമിയായ രാജീവ് ഗാന്ധി ഈ സൽമാൻ റുഷ്ദിയുടെ പുസ്തകം ഇവിടെ നിരോധിച്ചതാണ്. ആ സൽമാൻ റുഷ്ദിയെ ഇനി ഇന്ത്യയിൽ നടക്കുന്ന ജയ്പൂരിൽ നടക്കുന്ന ഒരു ലോക സാഹിത്യ സമ്മേളനത്തിൽ വേദി കൊടുത്താൽ അത് ഈ രാജ്യത്തെ മുസ്ലിം സമൂഹത്തെ വല്ലാതെ മനസ്സ് വേദനിപ്പിക്കുന്ന, അവരുടെ വികാരത്തെ വ്രണപ്പെടുത്തുന്ന ഒരു പ്രവൃത്തിയാണ്. അതുകൊണ്ട് സൽമാൻ റുഷ്ദിക്ക് ഇന്ത്യ വിസ അനുവദിക്കാൻ പാടില്ല. ഇന്ത്യയിലെ മുസ്ലിം പണ്ഡിതന്മാരുടെ അപേക്ഷ മാനിച്ചുകൊണ്ട് മൻമോഹൻ സിംഗ് സൽമാൻ റുഷ്ദിക്ക് വിസ അനുവദിച്ചില്ല. വിസ അനുവദിക്കാത്ത വന്നപ്പോ സൽമാൻ റുഷ്ദിയോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് ജയ്പൂരിൽ നടന്ന സാഹിത്യ സമ്മേളനത്തിൽ വെച്ചുകൊണ്ട് ഇന്ത്യയിൽ നിരോധിക്കപ്പെട്ട ദി സാത്തനിക് വേഴ്സസ് എന്ന് പറയപ്പെടുന്ന ആ പുസ്തകത്തിലെ വരികൾ അവിടെ ചില സാഹിത്യകാരന്മാർ പരസ്യമായി വായിച്ചുകൊണ്ട് സൽമാൻ റുഷ്ദിയോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചു. സൽമാൻ റുഷ്ദിയുടെ ഇന്ത്യയിൽ നിരോധിക്കപ്പെട്ട പുസ്തകം ആ ലോക സാഹിത്യ സമ്മേളനത്തിൽ വായിച്ച മുഴുവൻ സാഹിത്യകാരന്മാർക്കെതിരെയും പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. അവർക്കെതിരെ നിയമപരമായ നടപടികളെടുത്തു. ഇതാണ് ഈ രാജ്യത്തിന്റെ പാരമ്പര്യം. ഇതേതാണ്? ഇസ്ലാമിന്റെ ശത്രുപക്ഷത്ത് നിൽക്കുന്ന ഒരാൾ. തസ്ലീമ നസ്രിൻ പുസ്തകം എഴുതി, ലജ്ജ എന്ന പുസ്തകം എഴുതി പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മോശമായ രീതിയിൽ അശ്ലീല ചുവയോടുകൂടി വിമർശിച്ചുകൊണ്ട്. ആ തസ്ലീമ നസ്രിന് ഇന്നും വിസ അനുവദിക്കാത്ത മുസ്ലിം രാഷ്ട്രങ്ങളുണ്ട് ലോകത്ത്. അതൊക്കെ നമ്മുടെ നാട്ടിൽ നടന്നതാണ്. അതിനെതിരെയൊക്കെ സമരങ്ങൾ നടന്നതാണ്, പ്രക്ഷോഭങ്ങൾ നടന്നതാണ്. പ്രവാചക പ്രേമികളുടെ ശക്തമായ വികാരങ്ങൾ ലോകത്ത് മുഴുവനും അണപൊട്ടി ഒഴുകിയതാണ്. അപ്പോ സമുദായത്തിന് പുറത്തുള്ള ആളുകൾക്കൊന്നും പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിമർശിക്കാൻ പാടില്ല, മോശമായി പരാമർശം നടത്താൻ പാടില്ല, അതിനെതിരെ പ്രക്ഷോഭം നടത്തണം, അതിന് സമരം നടത്തണം. സമുദായത്തിനകത്തുള്ള ഒരുത്തന് എന്ത് തോന്നിയാസം ചെയ്യാന്നാ? അതൊന്നും അനുവദിച്ചു കൊടുക്കാനും അതിനോടൊന്നും കണ്ണടച്ചു നിൽക്കാനും അതൊന്നും കണ്ടില്ല കേട്ടില്ല എന്ന് നടിച്ചു നിൽക്കാൻ ഈ സമൂഹത്തിന് കഴിയില്ല എന്നതാണ് ഇത്തരത്തിലുള്ള വൈകാരികമായ സ്വഭാവത്തിൽ തന്നെ ഈ പ്രക്ഷോഭങ്ങളുമായി സംഘടന മുന്നോട്ട് പോകാനുള്ള കാരണം. അങ്ങനെ അവസാനം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടൊന്നും പറയാനില്ല. ഒരു കാലത്ത് സംവാദങ്ങൾക്ക് വേണ്ടി വെല്ലുവിളിച്ചിരുന്ന ആളുകൾ, മറുപടിക്ക് വേണ്ടി വെല്ലുവിളിച്ചിരുന്ന ആളുകൾ ഇപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല എന്ന് മാത്രമല്ല, പരമാവധി വിഷയങ്ങൾ മാറ്റിപ്പറഞ്ഞ് പുതിയ ചില ആരോപണങ്ങൾ സമസ്ത കേരള ജമിയത്തുലമക്കും അതിന്റെ പോഷക സംഘടനകൾക്കുമെതിരെ ഉന്നയിച്ചുകൊണ്ട് അങ്ങനെ കുറച്ചുകാലം കഴിച്ചുകൂട്ടാം എന്നാണ് ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് ഓരോന്നും പറയാൻ, സമസ്ത കേരള ജമിയത്തുലമ ഭീകരവാദികളുടെ താവളമാണ്. സമസ്ത കേരള ജമിയത്തുലമ എന്ന് പറഞ്ഞാൽ അവർ അക്രമകാരികളാണ്, കൊലപാതകികളാണ്, അവർ പള്ളി തകർക്കുന്നവരാണ്, മദ്രസ തകർക്കുന്നവരാണ്. ഈ രീതിയിലുള്ള വളരെ ഗുരുതരമായ ആരോപണം ഉന്നയിച്ചുകൊണ്ട് ഈ വിഭാഗം ഇവിടെ തീവ്രവാദവും ഭീകരവാദവും അക്രമവും കൊലപാതകവും ഒക്കെ സമസ്ത കേരള ജമിയത്തുലമയുടെയും പോഷകഘടകങ്ങളുടെയും നേരിൽ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നു. ഇത്തരം ആരോപണം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളോട് വളരെ സ്നേഹപൂർവ്വം പറയാനുള്ളത്, ഞങ്ങൾ ഭീകരവാദികളല്ല, ഞങ്ങൾ തീവ്രവാദികളല്ല, ഞങ്ങൾ ആരെയും കൊന്നിട്ടില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടൊരു വിശദീകരണം നടത്തുന്ന ആരും കരുതണ്ട. സമസ്ത കേരള ജമിയത്തുലമയെ സംബന്ധിച്ചിടത്തോളം ഈ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തന രീതിയെക്കുറിച്ചും ഇതിന്റെ സ്വഭാവത്തെക്കുറിച്ചും ഇതിന്റെ നേതൃത്വത്തെക്കുറിച്ചും എല്ലാം കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് മാത്രമല്ല ഇവിടുത്തെ സർക്കാരിനും ഡിപ്പാർട്ട്മെന്റിനും ഇവിടുത്തെ പൊതുസമൂഹത്തിനും നാനാജാതി മതസ്ഥർക്ക് അറിയാവുന്നതാണ് സമസ്ത എന്ന് പറഞ്ഞാൽ എന്താണ്. അതുകൊണ്ട് ഞങ്ങൾ ഭീകരവാദികളല്ലേ, ഞങ്ങൾ തീവ്രവാദികളല്ലേ, നിങ്ങളാരും ഞങ്ങളെ തെറ്റിദ്ധരിക്കല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് വിശദീകരണത്തിന് ഞങ്ങൾ വരുന്നു നിങ്ങളാരും വിചാരിക്കണ്ട. പക്ഷേ നമുക്കെതിരെ വല്ലാതെ തീവ്രവാദവും ഭീകരവാദവും ഉന്നയിച്ചു കഴിഞ്ഞാൽ ആരാണ് കേരളത്തിൽ തീവ്രവാദവും ഭീകരവാദവും തുടക്കം കുറിച്ചത് എന്ന് പറയേണ്ടി വരും. സമസ്ത കേരള ജമിയത്തുലമക്കെതിരെ ഉന്നയിക്കുന്ന ആരോപണം എന്താണ്? അവർ കണ്ണൂരിൽ മദ്രസ തകർത്തു. അത് തകർത്തു എന്ന് ഇന്ന് തെളിയിക്കപ്പെടാനോ ഇന്ന് വരെ അതിന്റെ പേരിൽ പ്രതിയെ പോലെ അറസ്റ്റ് ചെയ്യാനോ അതുമായി ബന്ധപ്പെട്ടൊന്നും നടന്നിട്ടില്ല. സർക്കാരും മന്ത്രിയും ഒക്കെ വേറെ സ്വന്തം ആൾക്കാരെന്നാ പറയാറുള്ളത്. അങ്ങനെയാണെങ്കിൽ അത് തെളിയിക്കപ്പെടേണ്ടതല്ലേ? പക്ഷെ കേരളത്തിന്റെ ചരിത്രം പരിശോധിച്ചു നോക്കിയാൽ കേരളത്തിൽ ആദ്യമായി മദ്രസ തകർത്തതാരാണ്? കേരളത്തിൽ ആദ്യമായി മദ്രസ തകർത്തതാരാണ്?
കേരളത്തിൽ ആദ്യമായി മദ്രസ തകർത്തത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്കിടയിൽ ഈ വിഭാഗീയ പ്രവർത്തനങ്ങളെ തുടക്കം കുറിച്ച 1959 സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ കീഴിൽ രജിസ്റ്റർ ചെയ്തിരുന്ന 154 നമ്പർ അംഗീകാരം നേടിയിരുന്ന സാക്ഷാൽ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ സ്വന്തം നാട്ടിലുള്ള മഅദനുൽ ഉലൂം മദ്രസ എന്ന് പറയുന്ന മദ്രസയാണ് ആദ്യമായി തകർത്തത്. ഇന്നും ആ നാട്ടിൽ പോയി അന്വേഷിച്ചാൽ അറിയാം. കാരണം ആ നാട്ടിൽ മൂപ്പർക്ക് ഭൂരിപക്ഷമില്ല, മഹാഭൂരിപക്ഷം സമസ്തയുടെ ആളുകളാണ്. അപ്പോ എങ്ങനെയെങ്കിലും ഈ പരാജയം സമ്മതിക്കാനുള്ള വൈമനസ്യം കൊണ്ട് ആ വിഭാഗ്യതയുണ്ടായ കാലത്ത് ഒരു ദിവസം അർദ്ധരാത്രി ഒരു കൂട്ടം ഗുണ്ടകളെ വിട്ടുകൊണ്ട് അവരുടെ മരണപ്പെട്ടു പോയ സാക്ഷാൽ അവേലത്ത് തങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകളെ സാക്ഷി നിർത്തിക്കൊണ്ട് ആ മദ്രസ കെട്ടിടം ഒരൊറ്റ രാത്രി കൊണ്ട് തകർത്തൻ കളഞ്ഞു. മഅദനുൽ ഉലൂം മദ്രസ എന്ന പേരിൽ ഇന്നും സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന് കീഴിൽ ഈ തകർക്കപ്പെട്ട മദ്രസയുടെ തൊട്ടുപുറത്തുള്ള പറമ്പിൽ, ഒരേ വഖഫ് സ്വത്താണ്, അതിന്റെ തൊട്ടുപുറത്തുള്ള പറമ്പിൽ ഇന്നും നിങ്ങൾക്ക് പോയാൽ പുനർനിർമ്മിക്കപ്പെട്ട മദ്രസ കാണാം. ആ നാട്ടിലോട് പോയി ചോദിച്ചാൽ മതി. ഈ മദ്രസ ഉണ്ടാക്കുന്നതിന് മുമ്പ് ആദ്യത്തെ മദ്രസ എവിടെയെന്ന് ചോദിച്ചാൽ പറയും ഇതാ തൊട്ടപ്പുറത്തുനിന്ന് പറയും. അതെന്താ പഴയ കെട്ടിടം ഇരുന്നോ പൊളിച്ചു പണിയാൻ എന്ന് ചോദിച്ചാൽ അപ്പൊ പറയും എന്താ സംഭവിച്ചത്. അങ്ങനെ കേരളത്തിൽ ആദ്യമായി മദ്രസ തകർത്തതിനുള്ള അവാർഡ് ഏറ്റുവാങ്ങാൻ യോഗ്യതയുള്ള ആളുകളാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്കെതിരെ ഈ ആരോപണം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. പള്ളി പൊളിച്ചുപോയി. പള്ളി പൊളിച്ചതിനെ കുറിച്ച് കൂടുതൽ അന്വേഷിച്ച് ദൂരം പോകേണ്ട ആവശ്യമില്ല. ഈ പരപ്പനങ്ങാടിക്കടുത്ത് എന്താണ് ഈ ഖലീൽ തങ്ങളുടെ അനുജൻ ജോലി ചെയ്യുന്ന ഒരു സ്ഥലം ഉണ്ടായിരുന്നു, ചെറമംഗലം. ഖലീൽ തങ്ങളുടെ അനുജൻ ഹബീബ് ബുഖാരി, അദ്ദേഹം ജോലി ചെയ്തിരുന്ന ഒരു പള്ളി, അവിടുത്തെ മുത്തവല്ലിയായിട്ട് ഇയാളെന്തോ പണങ്ങി മുത്തവല്ലി ഇറങ്ങിപ്പോയിക്കൊള്ളാൻ പറഞ്ഞു. അവിടുന്ന് പിരിച്ചുവിട്ടപ്പോൾ ഇദ്ദേഹം പോകുന്നില്ല എന്ന് കണ്ടപ്പോൾ മുത്തവല്ലി കോടതിയിൽ പോയി അത് രേഖാമൂലം അദ്ദേഹത്തെ പിരിച്ചുവിടാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി. വക്കീൽമാരെ ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹത്തിന് നേരെ രജിസ്റ്റർ ആക്കി കോടതിയിൽ നിന്ന് തന്നെ അതിന്റെ രേഖ അദ്ദേഹം അറിയാതെ അദ്ദേഹത്തെ കൊണ്ട് കൈപ്പറ്റി ഒപ്പിടിച്ചിട്ട് അദ്ദേഹം അവസാനം നിർബന്ധിതാവസ്ഥയിൽ പോകേണ്ടി വന്നു. ആ ദേഷ്യം തീർക്കാൻ വേണ്ടി അദ്ദേഹം അവിടെ ജോലി ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം അദ്ദേഹത്തിന്റെ കൂടി സഹായ സഹകരണത്തോടുകൂടി പള്ളിയുടെ ഒരു ഭാഗം കുറച്ച് നീട്ടിണ്ടാക്കിയിരുന്നു. അതേപോലെ അദ്ദേഹം അവിടെ ജോലി ചെയ്തതിന് ശേഷം അവിടെ മൂത്രപ്പരയും അതേപോലെ കുറച്ച് സംഗതികൾ കുറച്ച് വിപുലമാക്കി ഉണ്ടാക്കിയിരുന്നു. ഈ പിരിച്ചുവിട്ട ദേശത്തിന് അദ്ദേഹത്തിന്റെ കാലത്ത് പുനർനിർമ്മിക്കപ്പെട്ട ഭാഗങ്ങൾ മുഴുവൻ മൂപ്പരുടെ കുട്ടികളെ കൊണ്ട് പൊളിച്ചു കളഞ്ഞിട്ട് ആണ് പോയി. ഇങ്ങനത്തെ ഒരു ആരോപണമൊന്നും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നേതാക്കളോ ഒരു പ്രവർത്തകനോ ഒരു പള്ളിയിലെ ബൾബ് പൊട്ടിച്ച കേസ് പോലും ഇന്നുവരെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെയോ പോഷകഘടകങ്ങളുടെയോ പേരിൽ ആരോപണം ഉന്നയിക്കാൻ കഴിയില്ല. എന്തെല്ലാം ആരോപണങ്ങൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്കെതിരെ ഈ വിഭാഗം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നോ ആ ആരോപണമൊക്കെ ഇങ്ങനെ ഒരു വിരലം ചൂണ്ടുമ്പോൾ 3 വിരലും ഇങ്ങോട്ടാണല്ലോ, അതുണ്ടെന്ന് മനസ്സിലാക്കിയാൽ മതി. ഇവിടെ NDF-കാരനും ISS-കാരും അതേപോലെ ഇത്തരത്തിലുള്ള തീവ്രവാദ സംഘടനകളൊക്കെ കടന്നുവരുന്നതിന് മുമ്പ് സുന്നി ടൈഗർ ഫോഴ്സ് എന്നും ജംഇയ്യത്തുൽ ഉസ്സാനി എന്നൊക്കെ പേരിൽ ഇവിടെ സായുധമായ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത് ഈ വിഭാഗമാണ്. കേരളത്തിലെ 6ഓളം വരുന്ന കൊലപാതക കേസുകൾക്ക് പിന്നിൽ ഈ സുന്നി ടൈഗർ ഫോഴ്സ് ആണെന്ന് കണ്ടെത്തുകയും മർക്കസിലെ മുൻ മാനേജറെ അതിന്റെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെടുകയും അതിന്റെ പേരിൽ 6 കൊലപാതക കേസിൽ ഈ സുന്നി ടൈഗർ ഫോഴ്സ് ആണ് എന്ന് തെളിയിക്കപ്പെടുകയും അതിന്റെ പേരിൽ കോടതിയിൽ കുറ്റപത്രം കൊണ്ടുവന്നതാണ്. പക്ഷേ രാഷ്ട്രീയമായ സ്വാധീനങ്ങൾക്ക് വഴങ്ങി ഒരുപക്ഷെ ആ കേസുകളൊക്കെ ഇങ്ങനെ എഴഞ്ഞു നീക്കുന്നുണ്ടാകും. ആ എഴഞ്ഞു നീക്കുന്ന കേസുകളിൽ ഒരു കേസ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അതെന്താണ് അതിന്റെ പിന്നിൽ രഹസ്യം എന്നറിയില്ല. വളാഞ്ചേരിയിലെ താമി വധക്കേസ് കുറെ വർഷങ്ങൾക്ക് മുമ്പ് നടന്നൊരു കേസാണ്. പക്ഷേ ആ വളാഞ്ചേരിയിൽ താമി വധക്കേസിന് പിന്നിൽ ഈ സുന്നി ടൈഗർ ഫോഴ്സ് ആണെന്ന് കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കപ്പെട്ടതാണ്. ഇപ്പോൾ ആ കേസ് വിചാരണക്കെടുക്കാൻ പോകുന്നു. നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റ് തന്നെ ആ താമി വധക്കേസ് കൈകാര്യം ചെയ്യാൻ വേണ്ടി സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായിട്ട് ബിജെപിയുടെ നേതാവ് അഡ്വക്കേറ്റ് പി.എസ്. ശ്രീധരപിള്ള നിയമിച്ചതായിട്ട് കഴിഞ്ഞ ദിവസം പത്രത്തിൽ കണ്ടു. ഇനി ബിജെപിയുമായിട്ട് ആർക്കാ ബന്ധം? താമിയോട് കൂറ് കാണിക്കോ അതോ കാന്തപുരത്തോട് കൂറ് കാണിക്കോ? ശ്രീധരപിള്ളയുടെ നിലപാട് എന്തായിരിക്കുമെന്ന് വരാനിരിക്കുന്ന ദിവസങ്ങളിൽ നമുക്ക് കോടതിയിൽ കാണാം. ഞാൻ പറഞ്ഞു വരുന്ന കാര്യം, ഇത്തരത്തിലുള്ള
പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു വിശ്വാസി പ്രതികരിക്കേണ്ട ന്യായമായ പ്രതികരണങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ മറച്ചുവെക്കാൻ വേണ്ടി, അതിനെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി, അത് കണ്ടില്ല കേട്ടില്ല, ഇതൊന്നും പറയാൻ ഇവർ അർഹതരല്ല, ഇവരാണ് അക്രമികൾ, ഇവരാണ് കൊലപാതകികൾ എന്ന് പറയാൻ വേണ്ടിയിട്ടുള്ള ഇത്തരത്തിലുള്ള ഒരുപാട് ദുരാരോപണം ഉന്നയിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്നു. ഈ മഞ്ചേരിയുടെ തെളങ്കൂറിൽ അബുഹാജി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ മരിച്ചു. നിങ്ങൾ ആലോചിക്കണം, സംഘടനയ്ക്ക് വേണ്ടി, എതിരാളികൾക്കെതിരെ ആരോപണം ഉന്നയിക്കാൻ വേണ്ടി ഒരു മനുഷ്യന്റെ മയ്യത്ത് എത്രത്തോളം കച്ചവടവൽക്കരിക്കും എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ എളങ്കൂറിലെ അബുഹാജിയുടെ മരണം. അവിടെ മദ്രസ സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന് കീഴിൽ പ്രവർത്തിക്കുന്ന മദ്രസയാണ്. ആ മദ്രസയിൽ അവിടുത്തെ മുഫത്തിസ് ഒരു മീറ്റിംഗ് വിളിച്ചു, രക്ഷിതാക്കളുടെ മീറ്റിംഗ് വിളിച്ചു. മഗ്‌രിബിന് ശേഷം മീറ്റിംഗ് തുടങ്ങാനിരിക്കുകയാണ്. ആ സമയത്ത് ആ മീറ്റിംഗ് തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് മൈക്കൊക്കെ ഓൺ ചെയ്തപ്പോ മീറ്റിംഗ് നടക്കുന്നുണ്ട് എന്ന് നാട്ടുകാർ അറിയിക്കാൻ വേണ്ടിയിട്ട് അവിടെ എന്തൊരു പാട്ട് വെച്ചു. പാട്ട് വെക്കുന്നതൊക്കെ മൈക്ക് ഓപ്പറേറ്ററുടെ സ്വാതന്ത്ര്യമാണ്. അതിനൊരു പ്രത്യേക തീരുമാനം നയൊന്നുമില്ല. മദ്രസയാണെങ്കിൽ ഇസ്ലാമികമായ സ്വഭാവത്തിലുള്ള എന്തൊരു പാട്ട് വെക്കും, പന്തളിയാണെങ്കിൽ സിനിമാ പാട്ട് വെക്കും. അത് ഓരോ അവരുടെ ഒരു രീതി അനുസരിച്ച് നടക്കുന്നതാണ്. മദ്രസയിൽ അങ്ങനെ ഒരു പാട്ട് വെച്ചു. പാട്ട് വെച്ചപ്പോ ആ പാട്ട് ഇവിടെ പാടാൻ പാടില്ല, അത് വെക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഒരു കൂട്ടർ ബഹളം ഉണ്ടാക്കി. ശരി, ഒരു കൂട്ടർ പറഞ്ഞു ഇത് പാട്ട് വെക്കാൻ പാടില്ല, ഇവിടെ ഖുർആൻ പാരായണമാണ്. അതിന്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുതർക്കം ഉണ്ടായി. വാക്കുതർക്കം ഉണ്ടായപ്പോ ഈ വാക്കുതർക്കത്തിൽപ്പെട്ട ആളുകൾക്കിടയിൽ തന്റെ 2 മക്കളുമുണ്ട് എന്ന് കേട്ടുകേൾവിയോടുകൂടി ഈ അബുഹാജി എന്ന് പറയുന്ന ആൾ റോഡിൽ നിന്ന് മദ്രസയിലേക്ക് ഇറങ്ങി വന്നു. അപ്പൊ വൃദ്ധനായ രോഗിയായ ഒരു മനുഷ്യൻ തന്റെ 2 മക്കൾ അവിടെ നിൽക്കുന്ന ആ വാക്കുതർക്കത്തിലുണ്ട് എന്ന് കേട്ട് അവരെ പിന്തിരിപ്പിക്കാൻ വേണ്ടി ഒരു വൃദ്ധനായ രോഗിയായ ഒരു മനുഷ്യൻ അവരുടെ അടുത്തേക്ക് എത്തുമ്പോൾ ആ മനുഷ്യന്റെ മാനസികാവസ്ഥ എന്തായിരിക്കും നമുക്ക് ഏകദേശം ഊഹിച്ചാലറിയാലോ. അദ്ദേഹം അവിടെ വന്ന് ഈ മക്കളൊക്കെ പിന്തിരിപ്പിക്കുന്നതിനിടയിൽ ഈ മനുഷ്യൻ കുഴഞ്ഞു വീണു. അവിടെ കുഴഞ്ഞു വീണു, ആ ഗ്രൗണ്ടിൽ കുഴഞ്ഞു വീണു. അപ്പൊ ആ നാട്ടുകാരൊക്കെ കൂടിയിട്ട് ഇയാളെ മഞ്ചേരി ആശുപത്രി കൊണ്ടുപോയി. അവിടെ പരിശോധനയൊക്കെ നടക്കുന്നതിനിടെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഈ മനുഷ്യൻ മരണപ്പെട്ടു. അദ്ദേഹം മരണപ്പെട്ട് രാത്രി ഏകദേശം ഒരു 9 മണിവരെ, മഗ്‌രിബിന് ശേഷമാണ് മരണപ്പെടുന്നത്, രാത്രി ഒരു 9 മണിവരെ ഇദ്ദേഹത്തിന്റെ കുടുംബ വീടുകളിലേക്ക് വന്ന ഫോൺ സന്ദേശം വാപ്പ മദ്രസന്റെ മുറ്റത്ത് കുഴഞ്ഞു വീണ് മരിച്ചു എന്നാണ്. 9 മണിവരെ. 10 മണിയായപ്പോൾ SSFന്റെ പ്രകടനം, ചേളാരി സമസ്തക്കാർ ലീഗിന്റെ ഗുണ്ടകൾ അബുഹാജിയെ തല്ലിക്കൊന്നു, വെട്ടിക്കൊന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പ്രകടനം. അപ്പൊ കുഴഞ്ഞു വീണ മരിച്ച മനുഷ്യൻ 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അയാളെ തല്ലിക്കൊന്നതായി. പിറ്റേ ദിവസം വീണ്ടും അത്തരത്തിലുള്ള പ്രചരണങ്ങൾ, ചാനലുകളൊക്കെ വാർത്ത, ഇരുവിഭാഗം സുന്നികൾ സംഘർഷം, ഒരാൾ മരിച്ചു. പിറ്റേ ദിവസം സ്വാഭാവികമായിട്ടും ഇവരെ തല്ലിക്കൊന്നു എന്ന ആരോപണം ഉന്നയിക്കുക, ഇത്തരത്തിലുള്ള സംഘർഷം, ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ, ഇതൊക്കെ വന്നപ്പോൾ പോസ്റ്റ്മോർട്ടം ചെയ്യണമെന്നായി. സംഘടനക്കാരൻ പറയാണ് പോസ്റ്റ്മോർട്ടം ചെയ്യണം. ആ മഞ്ചേരി ജില്ലാ ആശുപത്രി മെഡിക്കൽ കോളേജൊക്കെ ആയതാണ്, പോസ്റ്റ്മോർട്ടത്തിനൊക്കെ വിപുലമായ സൗകര്യങ്ങളുണ്ട്. അപ്പൊ പറഞ്ഞു മഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം ചെയ്താൽ അവർ സമസ്തക്കാരും ലീഗുകാരൊക്കെ ഇടപെട്ടിട്ട് ചിലപ്പോൾ അതിൽ കളിക്കും. അതുകൊണ്ട് ഉസ്താദിന് സ്വാധീനമുള്ള സ്ഥലം കോഴിക്കോട് മെഡിക്കൽ കോളേജാണ്, അതുകൊണ്ട് അവിടെ പോയിട്ട് പോസ്റ്റ്മോർട്ടം ചെയ്യാം. അങ്ങനെ അങ്ങോട്ട് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി, കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി പോസ്റ്റ്മോർട്ടം ചെയ്തു. പിറ്റേ ദിവസം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നു, ഹൃദയസ്തംഭനം മൂലം മരണപ്പെട്ടു. ഇപ്പൊ ആ കുടുംബത്തിനിടയിൽ തർക്കം നടക്കുകയാണ്. എന്തിനാണ് ഒരു സംഘടനയ്ക്കും വേണ്ടിയിട്ട് വാപ്പാനെ വെട്ടിപ്പൊളിച്ചത്? ഒരു മയ്യത്തിനെ വെട്ടിപ്പൊളിച്ചത് എന്തിനു വേണ്ടി? എതിരാളികൾക്കെതിരെ ദുരാരോപണം ഉന്നയിക്കാൻ വേണ്ടിയിട്ട്. ആ കുടുംബത്തിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോഴും അഭിപ്രായ വ്യത്യാസവും തർക്കം നടക്കണം. നമ്മൾ അഭിപ്രായ വ്യത്യാസത്തിൽ ഇടപെടാനല്ല, പക്ഷെ സംഘടനാ വിരോധം എന്നൊക്കെ പറയുന്നത് ഇങ്ങനെയാണോ വെച്ച് പോക്കേണ്ടത്? ആരോപണം ഉന്നയിക്കുകയാണെങ്കിൽ ന്യായമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മാന്യമായ ഒരു ശൈലി സ്വീകരിക്കുകയല്ലേ വേണ്ടത്? മണ്ണാർക്കാട് ഒരു കുടുംബ സംഘർഷവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 2 ആള് കൊല്ലപ്പെട്ടു. ഒരു മനുഷ്യനും വെച്ചുത്തി വീണാൽ ഓനെ ഏറ്റെടുക്കാണ്, സംഘടന ഏറ്റെടുക്കാൻ. 2 പേർ കൊല്ലപ്പെട്ടു, ഒരാൾ ഗുരുതരമായ പരിക്കേറ്റു. എന്താ പറഞ്ഞത്? ചേളാരിക്കാർ വെട്ടിക്കൊന്നു, സമസ്തക്കാർ വെട്ടിക്കൊന്നു, ലീഗിന്റെ ഗുണ്ടകൾ വെട്ടിക്കൊന്നു എന്ന് പറഞ്ഞിട്ട് നാട് മുഴുവൻ പ്രതിഷേധ പ്രകടനം. ഇതിന് സത്യം അന്വേഷിച്ച് നോക്കുമ്പോൾ എന്താണ്? 1994 ആ നാട്ടിൽ കൊലപാതകം നടന്നിരുന്നു. ആ കൊലപാതകത്തിലെ പ്രതികളാണ് ഈ കൊല്ലപ്പെട്ട 2 ആളും പരിക്കേറ്റ് ആശുപത്രി കിടക്കുന്ന ആളും.
അപ്പൊ ആ 94-ൽ ആ മനുഷ്യന് കൊല്ലപ്പെട്ടപ്പോ അദ്ദേഹത്തിന്റെ മക്കളൊക്കെ ചെറിയ കുട്ടികളാണ്. അവരൊക്കെ വളർന്നു വലുതായപ്പോ അവരിങ്ങനെ കാണാൻ തുടങ്ങി വാപ്പാനെ വെട്ടിക്കൊന്ന ആളുകളാണ് അപ്പൊ ഇങ്ങനെ ഞെളിഞ്ഞ് നടക്കുന്നത്. നമ്മളൊക്കെ അത്രയും ആരോഗ്യവും സ്വാധീനമൊക്കെ ഉള്ള മക്കൾ ഈ നാട്ടിലുണ്ടാകുമ്പോൾ അവരിങ്ങനെ നടന്നാൽ ശരിയാവില്ലല്ലോ. അന്ന് കൊല്ലപ്പെട്ട അദ്ദേഹത്തിന്റെ മക്കൾ അവിടെ നടന്ന ഒരു രാഷ്ട്രീയ സംഘർഷത്തിനെ മറപിടിച്ചുകൊണ്ട് ഈ 3 ആളുകളെയും ശരിയാക്കാൻ വേണ്ടി തീരുമാനിച്ചു. അവര് ക്രൂരമായി ഇവരാക്രമിച്ചു കൊല്ലാൻ തന്നെ തീരുമാനിച്ചു. ആ പ്രതികാരത്തെയൊന്നും നമ്മൾ അംഗീകരിക്കുന്നില്ല, ന്യായീകരിക്കുന്നില്ല, അവരുടെ പക്ഷത്തുമല്ല. സംഭവിച്ചത് അങ്ങനെയാണ്. കുടുംബതർക്കമാണ്. പരമ്പരാഗതമായി ദീർഘകാലമായി ഈ 2 കുടുംബങ്ങൾ നീണ്ടു നിൽക്കുന്ന ആ കുടുംബ വൈരാഗ്യം അതിന്റെ ഭാഗം. അന്ന് കൊല്ലപ്പെട്ട വ്യക്തിയുടെ മക്കൾ അന്നത്തെ കൊലപാതകികളെ കൊലപ്പെടുത്തി. ഒരു രാഷ്ട്രീയ സംഘർഷം ഉണ്ടായാൽ ഒരേ വാപ്പാന്റെയും ഉമ്മാന്റെയും 3 മക്കൾക്ക് മാത്രം പരിക്കേൽക്കൂ. ഈ 3 ആളുകൾക്ക് മാത്രം 2 പേർ മരിച്ചു, ഒരാൾ ഗുരുതരമായി പരിക്കേറ്റു. മരണപ്പെട്ട ആളുകളെ കുറിച്ച് ഞാനൊന്നും പറഞ്ഞില്ല, അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. പക്ഷേ പരിക്കേറ്റ ആൾ, ഇവരുടെ മൂത്ത ജ്യേഷ്ഠ സഹോദരൻ പരിക്കേറ്റ് പെരിന്തൽമണ്ണ ആശുപത്രിയിൽ ഉണ്ടായിരുന്നു. ഇവരെ കുറിച്ച് ബൈത്തുൽ മുഖദ്ദസ് എന്നാണ് കാന്തപുരം പ്രസ്ഥാനം ഇറക്കിയത്. സുന്നി പ്രവർത്തകരെ വെട്ടിക്കൊന്നു. അവ സുന്നി പ്രവർത്തകന്റെ ക്വാളിറ്റി അന്വേഷിച്ച് നോക്കുമ്പോഴാണ് ഈ പരിക്കേറ്റ് കിടക്കുന്ന ആള് വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിന്റെ സ്വന്തം ഭാര്യയെ വീട്ടിനകത്ത് വെച്ച് വെട്ടിക്കൊന്ന് കുളിമുറിയിൽ കൊണ്ടുപോയി പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി കൊന്ന ആളാണ്. അപ്പൊ ഏകദേശം സുന്നത്ത് ജമാഅത്തിന്റെ എല്ലാ ഫോർമുലയും ഒത്തുവരുന്നുണ്ട്. എന്നിട്ട് ആ മനുഷ്യനെ വെട്ടിക്കൊന്നു, സുന്നി പ്രവർത്തനം വെട്ടിക്കൊന്നു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പ്രസംഗിച്ച് നടക്കുക. അതിന് പോസ്റ്റ് ഒട്ടിക്കുക, അതിന് കൈവ മൈദയാക്കിയിട്ട് രാത്രി നട്ടപ്പാർക്ക് സക്കാഫികൾ നാട്ടിൽ നോട്ടീസ് ഒട്ടിച്ച് നടക്കുക. ഇതൊക്കെയാണോ സംഘടനാ പ്രവർത്തനം? ഇതൊക്കെയാണോ ദീനീ പ്രവർത്തനം? ഈ രീതിയിലുള്ള ഓരോ പ്രവർത്തനങ്ങൾ നടക്കുക. ഇതൊക്കെ വിഷയത്തിൽ നിന്ന് ഈ വിഭാഗം പ്രവർത്തകരെ തങ്ങളുടെ പ്രവർത്തകരുടെ മനസ്സ് മാറ്റിയെടുക്കാൻ വേണ്ടി സംഘടനാ നേതൃത്വം ആസൂത്രണം ചെയ്യുന്ന പദ്ധതികളാണ് എന്ന് പോലും തിരിച്ചറിയാനുള്ള തലച്ചോറ് ഈ പാവങ്ങൾക്കില്ല. ഇവിടെ യഥാർത്ഥ വിഷയം എന്താണ്? ഒരാളെ കൊന്നിട്ടുണ്ടെങ്കിൽ ആ കൊലപാതകയെ പിടികൂടി നിയമത്തിന് മുമ്പിൽ ഹാജരാക്കാനൊക്കെ സംവിധാനം നാട്ടിലുണ്ടല്ലോ. പോലീസും ഗവൺമെന്റും മന്ത്രിമാരൊക്കെ നിങ്ങളെ ആളുകളാണ്, ഒക്കെ നമ്മളെ ആളുകളെന്നാ പറയല്. ആരും സത്യപ്രതിജ്ഞ ചെയ്താലും പോയിട്ട് കെട്ടിപ്പിടിക്കലാണ്. നമുക്ക് വലിയ സ്വാധീനമൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ അതിനുള്ള നിയമപരമായ വഴികളല്ലേ തേടേണ്ടത്? എന്നിട്ടുള്ളതും ഇല്ലാത്തതുമായ ദുരാരോപണം ഉന്നയിച്ചുകൊണ്ട് നാട്ടുകൂടി അതിന്റെ പേരിൽ പ്രചരണവും പ്രതിഷേധ പ്രകടനവും ഇത് നടക്കുക. എന്താ കാര്യം? ഇതൊന്നുമല്ല വിഷയം. മുടി എങ്ങനെയെങ്കിലും മറന്നു കിട്ടാൻ വേണ്ടിയിട്ട് ഈ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഒരു ഭാഗത്ത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോ മറുഭാഗത്ത് ഈ മുടി വിഷയം വീണ്ടും നമ്മളിങ്ങനെ വീണ്ടും ചർച്ചയാക്കി കൊണ്ടുവരുമ്പോ അതിൽ നിന്ന് ഓരോരുത്തരും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ ആളുകൾ വന്നുകൊണ്ടിരിക്കുക. ആരൊക്കെ വന്നുകൊണ്ടിരിക്കുക? ഇരിക്കുന്ന രാമന്തലിന്റെ പ്രത്യേകത എന്താന്ന് ചോദിച്ചാൽ, ഈ കേശവിവാദം ശക്തിപ്പെട്ട സമയത്ത് ഇവരെല്ലായിടത്തും ഉണ്ടായിരുന്നു. സംവാദത്തിന് തയ്യാറുണ്ടോ? രാമന്തലൊക്കെയാണ് വിളിച്ച ആളുകൾ. അങ്ങനെ നമ്മളെ കുട്ടികൾ കത്ത് കൊടുക്കുമ്പോൾ സ്റ്റേജിന്റെ ബാക്കിൽ നിന്ന് രാമന്തലിന് മറുപടി ചെയ്ത് കൊടുക്കും. അങ്ങനെ സംവാദത്തിന് തയ്യാറാകും. അങ്ങനെ തൃശ്ശൂർ സംവാദത്തിന് നോക്കുമ്പോൾ അവിടെ നമ്മുടെ പക്ഷത്തുനിന്ന് ഒരു മധ്യസ്ഥനാക്കിയിട്ട് നമ്മുടെ സംഘടനാ നേതാക്കന്മാരൊക്കെ എന്നെ പൊക്കിയിട്ട് എന്നെ കൊണ്ടുപോയി. അപ്പൊ മധ്യസ്ഥനായിട്ട് മറുഭാഗത്തെ മധ്യസ്ഥൻ രാമന്തളിയാണ്. ഞങ്ങൾ അന്ന് ആ സംവാദം ഉള്ളതുകൊണ്ടാണ് ഇപ്പൊ ഏകദേശം ഈ തീരുമാനത്തിലെത്തിയത്. അങ്ങനെ സംവാദങ്ങൾ നടത്തി. ഇപ്പൊ പിന്നെ സംവാദത്തിന്റെ ആവശ്യമൊന്നുമില്ല, സംവാദത്തിന് ആരും തയ്യാറുമല്ല. ഇനിയും ഇതിൽ തീരുമാനമെടുക്കാൻ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ, ഇതിന് ഇനിയും എന്തെങ്കിലും സംവാദത്തിന്റെ മേഖലയിൽ ചർച്ച ചെയ്യാനോ അത്തരത്തിലുള്ള താല്പര്യമുണ്ടെങ്കിൽ, ചില ആളുകളൊക്കെ ഇങ്ങനെ വലിയ വിടുവായത്വം പറയാനുണ്ട്. കിതാബ് മുന്നിൽ വെച്ചുകൊണ്ട് സംവാദത്തിന് തയ്യാറുണ്ടോ? കിതാബിനെ കുറിച്ച് അവിടെ തർക്കമില്ലല്ലോ. കിതാബ് മുന്നിൽ വെച്ചുകൊണ്ട് ഇവിടെ സംവാദത്തിന് തയ്യാറുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ട്. ഇപ്പൊ ഏത് സാധാരണക്കാരും നടത്താൻ പറ്റാവുന്നൊരു സംവാദമാണ്. നിങ്ങൾ മുടി കൊണ്ടുവരിക, നമ്മൾ തീപ്പെട്ടിയും കൊണ്ടുവരും. അങ്ങനെ തീരുമാനിക്കാവുന്ന വിഷയം. ഒരു കിതാബും തിരിയണ്ട, ദർസിലും പോകണ്ട, മദ്രസിലും പോകണ്ട, ഒന്നും വേണ്ട. സത്യസന്ധരായ 2 ആളുകൾ ഇങ്ങനെ കാഴ്ചക്കാരായിട്ട് നോക്കിക്കണ്ടായാൽ മതി. നിങ്ങൾ മുടിയേറ്റ് വരിക, നമ്മുടെ ഒരാൾ തീപ്പെട്ടിയിട്ട് വരും. അപ്പൊ തീരുമാനിക്കാവുന്നുള്ളൂ. ഈ രീതിയിലേക്ക് കാര്യങ്ങളെത്തിയില്ലേ? മലപ്പുറത്ത് സക്കാഫി സമ്മേളനം നടന്നപ്പോ ഞങ്ങൾക്കൊന്നും സ്റ്റേജിൽ കയറാൻ തന്നെ സ്ഥലം കിട്ടിയില്ല. സ്റ്റേജിൽ മുഴുവൻ സക്കാഫികൾ, കാരണം ക്ഷണിച്ചിന്റെ അപ്പുറം ആളുകളെ സക്കാഫികൾ വന്നു. അതിനുശേഷം
അതിൽ പങ്കെടുക്കാൻ പറ്റാത്ത വിഷമമുള്ള കുറെ സക്കാഫികൾക്ക് വേണ്ടി കണ്ണൂരിൽ വേറെ സക്കാഫി സമ്മേളനം സംഘടിപ്പിക്കേണ്ടി വന്നു. അവിടെ സക്കാഫി സമ്മേളനം സംഘടിപ്പിച്ച് നോക്കുമ്പോൾ ഒരു സാധാ ലോക്കൽ സക്കാഫികളൊന്നുമല്ല വരുന്നത്. SSFന്റെ മുൻ സംസ്ഥാന സെക്രട്ടറി, റിസാലന്റെ എഡിറ്റർ, അല്ലിർഫാദിന്റെ എഡിറ്ററൊക്കെ ആയിട്ടുള്ള 10-20ഓളം പുസ്തകങ്ങളൊക്കെ എഴുതിയിട്ടുള്ള അവിടെ ആസ്ഥാന ബുദ്ധിജീവികളായി കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളൊക്കെ ഇപ്പൊ നമ്മുടെ വേദിയിൽ വന്നുകൊണ്ട് ഇന്നും ഇന്നലെയൊക്കെ രാമന്തലിയൊക്കെ ടീമിൽ പ്രസംഗിച്ചുകൊണ്ട് നടക്കുകയാണ്. അപ്പൊ ഇതൊക്കെ ഇത്തരത്തിലുള്ള മാറ്റങ്ങളും പരിവർത്തനങ്ങളൊക്കെ ആ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ഭാഗത്ത് ഇങ്ങനെയൊക്കെ നടക്കുമ്പോഴും നമ്മുടെ ആളുകൾക്കും നിഷ്പക്ഷമതികളായിട്ടുള്ള ആളുകൾക്കൊക്കെ പലരും ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിനും കൂടി മറുപടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ മുടി വ്യാജാണ് നാട്ടുകാർക്ക് എല്ലാവർക്കും മനസ്സിലായി. അതിനുവേണ്ടി ഉണ്ടാക്കിയ സനത് അതും വ്യാജമാണ് എന്നെല്ലാവർക്കും മനസ്സിലായി. അവസാനം ഇദ്ദേഹം 25,000 പേർക്ക് നിസ്കരിക്കാവുന്ന 40 കോടി രൂപയുടെ ഇന്ത്യയിൽ ഏറ്റവും വലിയ പള്ളി നിർമ്മിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കോടിക്കണക്കിന് രൂപ പിരിച്ചുണ്ടാക്കി. ആ പിരിച്ച പള്ളി എവിടെ ഉസ്താദെ എന്ന് ചോദ്യം തുടങ്ങിയപ്പോ ആ പള്ളിക്ക് ഈ ജനുവരി 30 ആകുമ്പോഴേക്ക് 3 കൊല്ലം തുടങ്ങുക. ഞങ്ങൾക്ക് ഓർമ്മല്ലെങ്കിൽ ഞങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. പള്ളിക്ക് തറക്കല്ലിട്ടിട്ട് 3 കൊല്ലാൻ പോവാണ് ഈ ജനുവരി 30 ആകുമ്പോഴേക്ക്. ജനുവരി 30-നെങ്കിലും നിങ്ങൾ അതിന്റെ തറപ്പണി തുടങ്ങിയിട്ടില്ലെങ്കിൽ നിങ്ങളെ തറയിളക്കുന്ന പണി ജനുവരി 30 പോലെ ഞങ്ങൾ വേറെ തുടങ്ങും. അപ്പൊ ഏകദേശം ജനുവരി 30 ഇങ്ങനെ അടുത്ത് നോക്കുമ്പോ നമ്മളിത് വീണ്ടും ചർച്ചയാക്കും എന്നൊക്കെ കണ്ടിട്ട് ഇയാൾ എവിടെയെങ്കിലും 4 കാലുകൊണ്ട് കുഴിച്ചിടും എന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത്. അപ്പോണ്ട് മാതൃഭൂമി ആഴ്ചപ്പതിപ്പിന് മൂപ്പര് അഭിമുഖം മൂപ്പരെ തൊലിക്കെട്ടി. അപ്പോൾ നമുക്ക് മനസ്സിലായത് ഷെയർ മുബാറക്ക് മസ്ജിദോ തിരുകേശ സൂക്ഷിപ്പിന് പള്ളിയോ അങ്ങനെ പള്ളിയെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ അതിനുവേണ്ടി പൈസയും പിരിച്ചിട്ടില്ല. ഞാനങ്ങനെ പള്ളിയെക്കുറിച്ചും പറഞ്ഞിട്ടില്ല. ഞാൻ അതിനുവേണ്ടി കാശും പിരിച്ചിട്ടില്ല. അങ്ങനെയുണ്ട്. ഏതൊരു പോക്കറ്റ് അടിക്കാരന് SIന്റെ ഇരുന്ന് 2 മുട്ട് കിട്ടുമ്പോൾ പറയണമെങ്കിൽ അതൊരു പോക്കറ്റ് അടിക്കാരനല്ലേ എന്ന് പറയാം. 10-70 വയസ്സുള്ള തലയെക്കിട്ടും താടിയൊക്കെ വെച്ചിട്ടൊരു മനുഷ്യൻ ഇങ്ങനെ കളവ് പറഞ്ഞാലോ? തിരുകേശപ്പള്ളിയോ അങ്ങനെ പള്ളി ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഞാനതിന് പണം പിരിച്ചിട്ടില്ല. അപ്പൊ ഈ മുടിങ്ങൾ എന്ത് ചെയ്യും? അത് 10,000-2000 പള്ളി ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഏതെങ്കിലും പള്ളി കൊണ്ട് വെച്ചോളാം. അപ്പൊ ഈ പള്ളി എന്നെ അജണ്ടയിലില്ല. അങ്ങനെ ഈ തോന്നിയാസവും പറഞ്ഞ് നടക്കുന്നതിനിടയിലാണ് ബഹുമാനപ്പെട്ട കസ്തൂരിരംഗം റിപ്പോർട്ട്. ആ റിപ്പോർട്ട് ഗാഡ്ഗിലാണെങ്കിലും കസ്തൂരിരംഗമാണെങ്കിലും അതുകൊണ്ട് ഉണ്ടാകുന്ന വരുംവരായികളൊക്കെ വേറെ ചർച്ച. പക്ഷേ ആ റിപ്പോർട്ട് നല്ല സമയത്താണ് വന്നത്. ആ കസ്തൂരിരംഗം റിപ്പോർട്ട് പശ്ചിമഘട്ടത്തെ സംരക്ഷിക്കാൻ വേണ്ടി, പരിസ്ഥിതി ലോല പ്രദേശങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി, ഇവിടുത്തെ പക്ഷികൾ ചാവാൻ പാടില്ല, മൃഗങ്ങൾ ചാവാൻ പാടില്ല, ഇവിടുത്തെ വന്യജീവികളൊക്കെ സംരക്ഷിക്കപ്പെടണം. ബഹുമാനായ അലവിദാരമി വന്നു, ഞാൻ നിർത്തുകയാണ്. ഇവരൊന്നും നഷ്ടപ്പെടാൻ പാടില്ല. ഈ പക്ഷികളും മൃഗങ്ങളും ഈ പരിസ്ഥിതിയുമൊക്കെ എല്ലാ കാലത്തും സംരക്ഷിക്കപ്പെടണം എന്ന് പറഞ്ഞുകൊണ്ട് പശ്ചിമഘട്ടത്തിലെ പരിസ്ഥിതി ലോല പ്രദേശങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി കസ്തൂരിരംഗം റിപ്പോർട്ട് വന്നു. അത് പ്രാബല്യത്തിൽ വന്നു. കേന്ദ്ര ഗവൺമെന്റ് പ്രാബല്യത്തിൽ വന്നു. പല പരാതികളും ആക്ഷേപങ്ങളും ഉണ്ട്. അത് പരിശോധിക്കാൻ മുഖ്യമന്ത്രി ഒരു സർവേ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഒരു ഭാഗത്ത് നീങ്ങുമ്പോൾ തന്നെ ഈ പരിസ്ഥിതി ലോല പ്രദേശങ്ങളിൽ ബാധിക്കുന്ന ഈ കസ്തൂരിരംഗം റിപ്പോർട്ട് പ്രാബല്യത്തിൽ വന്നാൽ ബാധിക്കുന്ന കേരളത്തിലെ 125 വില്ലേജുകളുടെ പേര് വിവരങ്ങൾ പുറത്തു വന്നപ്പോ ഇവർ നോളസിറ്റി നിർമ്മിക്കുമെന്ന് പറയുന്ന കോഴിക്കോട് ജില്ലയിലെ കോടഞ്ചേരി പഞ്ചായത്തും ആ കസ്തൂരിരംഗം റിപ്പോർട്ടിലുണ്ട്. ഇപ്പൊ മുടിയില്ല, സനതുമില്ല, പള്ളിയില്ല, നോളസിറ്റിയില്ല. ഈ രീതിയിലേക്ക് കാര്യങ്ങൾ അവസാനിക്കുകയാണ്. അപ്പോൾ നമ്മൾ ചോദിക്കും, ഇങ്ങനൊക്കെ ആയിട്ടും അതാണ് ശരി എന്ന് വിശ്വസിച്ചുകൊണ്ട്, കുറെ അന്ധമായി വിശ്വസിച്ചുകൊണ്ട് മറ്റൊന്നും പറഞ്ഞാൽ കേൾക്കാത്ത ഒരു വിഭാഗം എപ്പോഴും ഉണ്ടല്ലോ. അത് സംഘടനാ മനോരോഗികൾ എന്നാണ് അതിന് മലയാളത്തിൽ പറയാം. സംഘടനാ മനോരോഗികൾ എന്ന് പറയും. ആ രോഗത്തിനൊരു ലക്ഷണം ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്കറിയാമല്ലോ, ഇവരുടെ ഇന്നത്തെ വിഘടിത വിഭാഗം SOSന്റെ ജില്ലാ വൈസ് പ്രസിഡന്റാണ് KT ത്വാഹിർ സക്കാഫി മഞ്ചേരി. SSFന്റെ മുൻ സംസ്ഥാന പ്രസിഡന്റായിരുന്നു. ഇവര് നമ്മുടെ ഈ പുതിയ വിഷയങ്ങളുണ്ടായി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇങ്ങനെ ഈ സമ്മേളനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നിടയിൽ മലപ്പുറത്ത് ഇവർ ഇതിന്റെ ഒരു മറുപടി വിശദീകരണ സമ്മേളനം വെച്ചു. അപ്പൊ സമ്മേളനം മാത്രം പോരാ, ഒന്ന് ശക്തി തെളിയിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു റാലി നടത്തണം. അങ്ങനെ റാലി നടത്തിയപ്പോൾ റാലിക്ക് നേതൃത്വം കൊടുക്കും. കാരണം അവരുടെ SOS ജില്ലാ കമ്മിറ്റിയാണ് സമ്മേളനം നടത്തുന്നത്. അപ്പോൾ SOSന്റെ ജില്ലാ വൈസ് പ്രസിഡന്റ് റാലിയിൽ മുൻനിരയിലുണ്ടാകും, സ്വാഭാവികമാണല്ലോ. ഈ ത്വാഹിർ സക്കാഫി റാലിയുടെ മുൻനിരയിൽ നിന്നുകൊണ്ട് റാലിക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ഇവരുടെ ഈ സംഘടനയുടെ വിഭാഗീയതയുടെ ഭാഗമായിട്ട് ആ റാലിയുടെ മുൻനിരയിൽ വെച്ച് മലപ്പുറം ടൌണിൽ നടു റോട്ടിൽ വെച്ചുകൊണ്ട് ഈ ത്വാഹിർ സക്കാഫിയെ അവരുടെ കൂട്ടത്തിൽപ്പെട്ട ഗുണ്ടകൾ പൊക്കിക്കൊണ്ടുപോയി.
അയാളെ തട്ടിക്കൊണ്ടുപോയിട്ട് കോഴിക്കോട് മലപ്പുറം ടൗൺ ഹാളിന്റെ പിറകുവശത്തുള്ള റൂമിലിട്ട് പൂട്ടിയിട്ടു. പിന്നെ മൂപ്പർ പരിചയമുള്ള ആരോ ഫോൺ വിളിച്ചിട്ട് അവിടുന്ന് തടി രക്ഷപ്പെടുത്തി. അപ്പൊ ഒരു മനുഷ്യൻ സംഘടനാ രംഗത്തുള്ള അപമാനം എത്രയാണ്? എത്രത്തോളം അപമാനം ഉണ്ടാകും? ആ അപമാനം സഹിക്കവയ്യാഞ്ഞ് അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം തന്നെയാണ് അത് പത്രവാർത്തകളായി വന്നതും അദ്ദേഹം തന്നെ പത്രക്കാരോട് സമ്മതിച്ചതാണ് അങ്ങനെയൊക്കെ സംഭവിച്ചു. അപ്പൊ ഒരു മനുഷ്യന് സംഘടനാ ജീവിതത്തിൽ അധ്വാനിച്ച് സംഘടനയ്ക്ക് വേണ്ടി രാവും പകലും പ്രസംഗിച്ച് നടന്ന് SSFന്റെ സംസ്ഥാന പ്രസിഡന്റ് എന്നൊക്കെ പറയുമ്പോൾ അത്യാവശ്യം അതിനുവേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ടാവുമല്ലോ. അത്തരത്തിലുള്ള ഒരു മനുഷ്യന് ഇതേപോലെയുള്ള വളരെ അപമാനകരമായ ഒരു ശത്രു ചെയ്തതാണെങ്കിൽ യഥാർത്ഥത്തിൽ കണക്കൂട്ടാം. സ്വന്തം സംഘടനക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുമ്പോൾ ആ റാലിക്ക് നായകത്വം വഹിച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലുണ്ടാകുന്ന ഈ ഒരു തീക്ഷ്ണമായ അനുഭവം ആ മനുഷ്യനോട് നമ്മളെ ജിഷാൻ മാഹി കഴിഞ്ഞ ദിവസം ഒരു ടെലിഫോൺ ചെയ്തു. ജിഷാന്റെ സ്വഭാവം എന്താ വെച്ചാൽ മരിച്ചത് പറയാൻ വിളിക്കുകയാണെങ്കിൽ ഓൻ റെക്കോർഡ് ചെയ്യും. അതുകൊണ്ട് സ്വഭാവമാണ്. താഹിർ സക്കാഫിക്ക് ജിഷാൻ മാഹി ടെലിഫോൺ ചെയ്തു. എന്നിട്ട് വിശേഷമൊക്കെ ചോദിച്ചു. എന്തൊക്കെ ഉസ്താദ് നല്ല ഈണത്തിലാണ് സംസാരിക്കുക. അപ്പൊ ജിഷാൻ താഹിർ സക്കാഫിയോട് ചോദിച്ചു, അല്ല ഉസ്താദെ ഇങ്ങനെയൊക്കെ ആയിട്ട് ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ മൗനം പാലിക്കുകയാണോ? ഇത് ഈ മുടിയുടെ വ്യാജത്തെക്കുറിച്ച് ഇവർ തമ്മിൽ എത്രയോ ചർച്ച ചെയ്തും ഒരുമിച്ച് കൂടിയതും പല കാര്യങ്ങളും സംസാരിച്ചതാണ്. പിന്നെ ഈ ഇത്തരത്തിലുള്ള ദുരനുഭവം പോലും ഉണ്ടായിട്ട് ഈ ജിഷാൻ മാഹിയോട് ഒരു കൃത്യമായ മറുപടി പറയും എന്ന് പ്രതീക്ഷിച്ചപ്പോൾ താഹിർ സക്കാഫി രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞു, ഞാൻ അതിനെക്കുറിച്ചും ചിന്തിക്കാറില്ല, എനിക്ക് AP ഉസ്താദ് പറഞ്ഞ വിശ്വാസമാണ്. മുടിയെക്കുറിച്ച് എനിക്ക് AP ഉസ്താദ് പറഞ്ഞ വിശ്വാസമാണ്. അപ്പൊ ജിഷാൻ ചോദിച്ചു, എനിക്കൊരൊറ്റ ചോദ്യം ചോദിക്കാനുള്ളൂ. ഒരു മനുഷ്യൻ പലതവണ വ്യഭിചരിക്കുന്നതായിട്ട് നിങ്ങൾ കണ്ടു. ജിഷാൻ താഹിർ സക്കാഫിയോട് ചോദിക്കുകയാണ്, ഒരു മനുഷ്യൻ പലതവണ വ്യഭിചരിക്കുന്നതായിട്ട് നിങ്ങൾ കണ്ടു. അങ്ങനെ പലതവണ വ്യഭിചരിക്കുന്നതായിട്ട് കണ്ട ആ വ്യഭിചാരിയെക്കുറിച്ച് പിന്നെ AP ഉസ്താദ് പറയാണ് അദ്ദേഹം മഹാനാണ് എന്ന് പറഞ്ഞാൽ നിങ്ങളെ നിലപാട് എന്തായിരിക്കും ചോദിച്ചു. താഹിർ സക്കാഫി നേരിട്ട് കാണുകയാണ്, ഒരാൾ പലതവണ വ്യഭിചരിക്കുന്നതായിട്ട് കാണുകയാണ്. ആ വ്യഭിചാരിയെക്കുറിച്ച് പിന്നെ കാന്തപുരം പറയാൻ അദ്ദേഹം മഹാനാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ അതിൽ എന്ത് തീരുമാനമെടുക്കും ചോദിച്ചു. താഹിർ സക്കാഫി പറഞ്ഞു, എന്റെ കണ്ണിന് എന്തെങ്കിലും കുഴപ്പമുണ്ടാവും, AP ഉസ്താദ് പറഞ്ഞാൽ ശരിയെന്ന്. അപ്പൊ ആ വിഭാഗത്തെ മാറ്റിയെടുക്കാൻ കഴിയുമെന്നൊന്നും ഞങ്ങൾ ആരും പ്രതീക്ഷിക്കുന്നില്ല. അത് അങ്ങനെ വിഭാഗം ഒരുപക്ഷെ ഖിയാമത്ത് നാൾ വരെ ഇങ്ങനൊരു നേതാവും അനുയായികളും ഈ നാട്ടിലുണ്ടായിരുന്നു എന്നതിന്റെ നിത്യസാക്ഷ്യമായി ഒരുപക്ഷെ ഒരു കൂടാരം എല്ലാ കാലത്തും ഉണ്ടായിരിക്കാം. പക്ഷേ അതിൽ ബുദ്ധിയുള്ള, സ്വന്തമായി ചിന്തിക്കുന്ന, അള്ളാഹു തനിക്ക് കനിഞ്ഞു നൽകിയ തലച്ചോറ് കൊണ്ട് സ്വന്തമായി മുൻവിധിയില്ലാതെ ചിന്തിക്കുന്ന ആളുകൾക്കിടയിൽ ഇപ്പോൾ മാറ്റങ്ങളുണ്ടായിക്കൊണ്ടിരിക്കുന്നു, പരിവർത്തനമുണ്ടായിക്കൊണ്ടിരിക്കുന്നു. അതിനപ്പുറം ഈ ലോകത്തെ സുഖസൗകര്യങ്ങളും ഈ ആർഭാടങ്ങളും ഈ സംഘടനയുടെ സമയങ്ങളുമല്ല. നാളൊരു ഖബറുണ്ടെന്നും നാളൊരു വിചാരണയുണ്ടെന്നും അവിടെ വെച്ചുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശഫാഅത്തിന് വേണ്ടി ഒരു വിശ്വാസി കൊതിക്കുന്നത് എന്നും വിശ്വസിക്കുന്ന ആരെങ്കിലും ഈ വിഭാഗത്തിൽ ഉണ്ടെങ്കിൽ അവർ ആത്മപരിശോധന നടത്തേണ്ട. നെഞ്ചത്ത് കൈവരിച്ചുകൊണ്ട് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന, ഞാനിപ്പോൾ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന, ഞാനിപ്പോൾ അണിനിരന്നിരിക്കുന്ന ഈ പശ്ചാത്തലം, ഈ സംഘടനാ സംവിധാനം എത്രത്തോളം എന്റെ ഈമാനിന് സംരക്ഷണം നൽകും എന്നതിനെക്കുറിച്ച് ആത്മപരിശോധന നടത്തണമെന്ന് വളരെ സൗഹൃദ ബുദ്ധിയ നിങ്ങളെ ഉപദേശിക്കാനൊന്നും ഞാൻ അർഹനല്ല. നിങ്ങളൊക്കെ വലിയ ആളുകളാണ്. അതുകൊണ്ട് ഉണർത്തുന്നു, ഓർമ്മപ്പെടുത്തുന്നു. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന തിരുവാക്യത്താൽ നിങ്ങളുടെ എല്ലാം അനുമതിയോടുകൂടി ബഹുമാനരായ ഉദ്ഘാടനം ചെയ്യാനൊക്കെ അർഹരായിട്ടുള്ള ഒരുപാട് പണ്ഡിതന്മാർ തന്നെ വേദിയിലുണ്ട്. അവിടെയൊക്കെ അനുമതിയോടുകൂടി ഈ യോഗത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായി ഞാൻ അറിയിക്കുന്നു. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. SKSS വെള്ളില ക്ലസ്റ്ററിന്റെ ആദർശ സമ്മേളന വേദിയിൽ 10ഓളം സംവാദങ്ങളിലെ SSFന്റെ മധ്യസ്ഥനും മുഖാമുഖം മാസിയുടെ മുൻ എഡിറ്ററും വിഘടിത SYS കണ്ണൂർ ജില്ലയുടെ മുൻ ഭാരവാഹിയും മുടിദാതാവ് ജാലിയാവാലയുമായി 60 ദിവസത്തെ സഹവാസവുമുള്ളവരും വിഘടിത രഹസ്യ നിഗൂഢതകളുടെ കലവറയും വ്യാജമുടിക്ക് വേണ്ടി കോടതിയിൽ കാന്തപുരത്തോട് കക്ഷി ചേർന്ന ഏക വ്യക്തിയുമായിരുന്ന മുഹമ്മദ് രാമന്തള്ളി SKSS വെള്ളില ക്ലസ്റ്റർ ആദർശവേദിയിൽ സംസാരിക്കുന്നു. അദ്ദേഹത്തെ സ്നേഹാദരപൂർവ്വം ക്ഷണിക്കുന്നു.